എപ്പം പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടം. ഹായ് ഷാനു, ഗുഡ് ഈവനിങ്. ഇല്ല, ഹായ് മാജിക്കൽ വേൾഡ്. നമ്മൾ ജസ്റ്റ് നമ്മളെ പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഹായ് ഫിറാസ് ഭായ്, നൈസ് ടു മീറ്റ് യു ഹിയർ അഗൈൻ. ഓക്കെ, പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട്. കുഞ്ഞിന്റെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ സാർ. ഹായ് ആനന്ദ് ഭായ്. റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. സാധാരണ നമ്മളൊക്കെ കുടുങ്ങി നിൽക്കുമ്പോൾ കാറ് കയറിയിട്ട് ഒച്ച വെള്ളം ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ചെയ്യലാണ്. നിങ്ങൾ അതേമാതിരി എവിടെ ഇപ്പൊ ബ്രാഞ്ചിലാണുള്ളത്? അതെ, ഐസിയിലാണുള്ളത്? ശരിയല്ല, കഴിഞ്ഞോ ഇന്നത്തെ സെഷൻ? കഴിഞ്ഞോ? ഇന്നതായിട്ട് കഴിഞ്ഞു. ആയിട്ട് കഴിഞ്ഞു. അടിപൊളി. ഹായ് ഉണ്ണി. ഹലോ സാർ, കാണാം. ഉണ്ണി, സാർ വെൽക്കം ടു കാണാമോ? സെഷൻ. യെസ് യെസ്, ഓക്കെ റെഡിയാണ്. സാർ, ശരി. ഒരാൾ കൂടി, ശ്രീജിത്ത്. യാ, ഉണ്ണി ലുക്കൊക്കെ മാറിയല്ലോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പക്ക പാർട്ടിക്കൽഷിപ്പ് പോകുമ്പോ അവിടുത്തെ പ്രിൻസിപ്പളെ പറ്റിക്കണം എന്നുള്ള മാതിരി ഞാൻ ഡീസന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. പ്രൊഫഷണൽ ലുക്കിന് വേണ്ടി. ഓക്കെ, നമ്മളെ ഇന്നത്തെ സെഷന്റെ മെയിൻ പേർപ്പസ്, നമ്മളെ റിസൾട്ട് വന്നു ഫസ്റ്റ് ഓഫ് ഓൾ 2 days ago. അപ്പോ ആ എക്സാംസിൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ മെയില് ഇനിയിപ്പോ അറ്റംപ്റ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്, ഇതിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആവട്ടെ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ട്, ഒരുപാട് കൺഫ്യൂഷൻസ്. സ്റ്റാർട്ടിങ് വിത്ത് ഞാൻ സിംഗിൾ ഗ്രൂപ്പിലേക്ക് ഒതുക്കണോ അതോ ബോത്തുമായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത്. ആൻഡ് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെ സബ്ജക്ട്സ് അപ്രോച്ച് ചെയ്യണം, റിവിഷൻ എങ്ങനെ ചെയ്യണം, എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെ. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ഒക്കെ മേ ബി നമ്മൾ ഇന്നത്തെ സെഷന്റെ മെയിൻ പേർപ്പസ് ഇറ്റ് സെൽഫ് ഇസ് നമ്മൾ ഈ കഴിഞ്ഞ അറ്റംപ്റ്റില് എക്സാം ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിനാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതന്നെ ഇന്നത്തെ സെഷൻ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റില് ബോത്ത് ഗ്രൂപ്പ് പാസ്സായ സ്റ്റുഡൻസ് ആണുള്ളത്. സോ ദേ വെയർ ഓൾസോ അറ്റ് സം സ്റ്റേജ്, മേ ബി ഒരു 7 months ago അല്ലെങ്കിൽ ഒരു 8 months ago നിങ്ങൾ പോയിരുന്ന അതേ സിറ്റുവേഷനിൽ, അതേ ഒരു മെന്റൽ കണ്ടീഷനിൽ പോയിരുന്ന ആൾക്കാരായിരുന്നു. അറ്റ് സം സ്റ്റേജ് അവർക്ക് തന്നെ ചിലപ്പോൾ അവരെ ഡൗട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു അവരെ മോട്ടിവേറ്റ് ചെയ്ത ആ ഫാക്ടർ ഗ്രൂപ്പ് എഴുതാനും ആൻഡ് ഹൗ ഡിഡ് ദേ അപ്രോച്ച് ചെയ്യേണ്ട സബ്ജക്ട്, ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റുഡൻസിനെ തന്നെ ഡയറക്ട്ലി കൊടുക്കുന്നതാണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു പേഴ്സണൽ ടച്ച് വരും അവർ സംസാരിക്കുമ്പോൾ. ഹായ് ദേവി, നൈസ് ടു ഹാവ് യു ഹിയർ. ഓക്കെ, വിതൗട്ട് വേസ്റ്റിംഗ് എനി ഫർദർ ടൈം ഡയറക്ട്ലി സെഷനിലേക്ക് പോവാ. ആനന്ദ് ഭായ്, ആനന്ദ് ചെറിയൊരു ഇൻട്രോ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങളെന്റെ ഫൗണ്ടേഷനിൽ സ്റ്റുഡന്റ് ആയിരുന്നോ? ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് ആയിരുന്നു, ഇന്ററിലായിരുന്നു. ഓക്കെ, മാഷാ അല്ലാ. ആനന്ദ് ഭായ് സക്സസ്ഫുൾ വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ് ജാനുവരിയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ്. ആൻഡ് ഫോർ ദോസ് ഹു ഡസന്റ് നോ ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളത്, CA എക്സാംസിൽ 70% അബവ് മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ഷൻ ആണ്. അക്കൗണ്ട്സിൽ 87 ഉണ്ട്, ലോയിൽ 64, ടാക്സിൽ 58, ഫസ്റ്റ് ഗ്രൂപ്പിൽ അഗ്രിഗേറ്റ് 209, സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ 93.
93 ആനന്ദ് ഭായ്, ഇതൊക്കെ എന്തൊരു മഴയൊക്കെ വേണ്ട ആനന്ദ് ഭായ്. ഒന്നും അടിക്കട്ടെ സാറേ, രണ്ടുമൂന്ന് അടിക്കട്ടെ. 93 സംതിങ് ലൈക്ക് സ്പ്ലിറ്റ് ചെയ്ത രണ്ടാൾക്കാർക്ക് ഒരു സബ്ജക്ട് പാസ്സാവാനുള്ള മാർക്കായി. ഓഡിറ്റിംഗിൽ 52, SM-ൽ 70, സോ ടോട്ടൽ 215, aggregate is 424. That's amazing marks ആനന്ദ് ഭായ്. I'm really impressed. Amazing marks. നിങ്ങൾക്ക് 2 സബ്ജക്ട് 4 സബ്ജക്ട് എക്സംഷൻ, ബാക്കി 2 58, 52. യെസ് ആനന്ദ് ഭായ്, സെഷൻ ഇസ് യുവേഴ്സ്. പറയൂ, എന്താണ് ചെയ്തത്? എന്താന്ന് ചോദിച്ചാൽ എങ്ങനെയാ, ഡെയിലി പരമാവധി കണ്ടന്റ് നോക്കും. കണ്ടന്റ് നോക്കുന്ന കാർ ഓൺ ആക്കിയത് അതാ. അപ്പോ ഡെയിലി കണ്ടന്റ് ഞാൻ പരമാവധി കവർ ചെയ്യാൻ നോക്കും. ക്ലാസ്സിൽ ഇരുന്നോണ്ട് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്നോണ്ട് തന്നെ ഇപ്പൊ ഡെയിലി പോയിട്ട് നോക്കണമെന്നില്ല, നിർബന്ധമില്ല. ലൈക് സെയിം കവറപ്പ് ചെയ്യണമെന്നില്ല, ബട്ട് ക്ലാസ്സിൽ ഫുൾ ടൈം ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷ് ഏതെങ്കിലും പോർഷൻ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പോയിട്ട് അന്ന് തന്നെ റെഫർ ചെയ്യും. സോ ഡെയിലി ടോപ്പിക്സ് ഓൾമോസ്റ്റ് എന്തായാലും കവേർഡ് ആയിരിക്കും. ആണ് ആ ഒരു സംഭവം. പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം പല സ്റ്റുഡൻസും പറയാറുള്ളത് നമുക്ക് 7 മണിക്കൂർ 8 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത്. ലൈക്ക് പാടായിരുന്നു, കുറെ ദിവസം ഒന്നും പറ്റാറില്ല. പക്ഷെ എന്നാലും ലൈക്ക് ഒരു വീക്കിനുള്ളിൽ 1-2 വീക്കിനുള്ളിൽ എന്തായാലും അത് കവറപ്പ് ചെയ്തിരിക്കും. അതിനുശേഷം നമ്മള് ആ ഒരു ടച്ച് പോകും. അതിനു മുമ്പ് തന്നെ നമ്മളൊന്ന് കവറപ്പ് ചെയ്യാൻ നോക്കും, പരമാവധി നോക്കും. അതായിരുന്നു ഡെയിലി സംഭവത്തിനായിരുന്നു. ഡെയിലി നോക്കുമായിരുന്നു. ഞാൻ ക്ലാസ് ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ട് കേൾക്കുക, അതാണ് ലൈക്ക് മെയിൻ സംഭവം. എനിക്ക് കുറച്ചും കൂടി ക്ലാസ്സിൽ കേട്ടത് പെട്ടെന്ന് ഓർമ്മ നിൽക്കും എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. സോ ഇറ്റ് വാസ് സോ ബെനിഫിഷ്യൽ സംഭവം. എങ്ങനെയായിരുന്നു? ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്റെ ക്ലാസ്സിലായിരുന്നു തോന്നുന്നത്, ഒരു ഏകദേശം ഒരു ക്ലാസിന്റെ ഹാഫോളം നിങ്ങൾക്ക് മിസ്സായിരുന്നു തോന്നുന്നു. നിങ്ങൾക്ക് നാട്ടില് ഫാദറിന് വർക്കുമായി ബന്ധപ്പെട്ട് ബിസിനസ് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു പറഞ്ഞിട്ട്, how did you overcome that? Starting with the first stage itself. കാരണം നമ്മളെല്ലാവരോടും പറഞ്ഞൊരു സംഭവമാണ് നിങ്ങൾ ക്ലാസ്സസ് പക്കയായിട്ട് ഡെയിലി എടുക്കണം, അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോവാ എന്നുള്ള. അപ്പൊ അതിലെ മിസ് ഔട്ട് ആയ ടോപ്പിക്സ് നിങ്ങൾ എന്താ ചെയ്തത്? മിസ് ഔട്ട് ആയ ടോപ്പിക്സ് അത്യാവശ്യം മേജർ ഒരു ഹാഫ് പോർഷന്റെ മുകളിൽ തന്നെ മിസ് ഔട്ട് ആയിരുന്നു. അപ്പം മെയിൻലി ചെയ്ത നോട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കി. അപ്പൊ നമ്മൾ നോട്ട് എഴുതുമ്പോൾ ലൈക്ക് ജസ്റ്റ് എന്തായാലും നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവം പറഞ്ഞതെന്ന്, ബേസിക് ഐഡിയ. പിന്നെ ലൈക്ക് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു, ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്തു. നമുക്ക് തൊട്ടടുത്തൊരു എക്സാം ഉണ്ടായിരുന്നു, ഇത് ടെസ്റ്റ് പോലെ. അപ്പൊ അത് അടിക്കാൻ ഞങ്ങൾ രാത്രി ഫ്രണ്ട്സൊക്കെ കൂടി ലൈക്ക് എല്ലാവരും കൂടി ഒന്ന് സഹായിച്ച് ലൈക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പൊ തന്നെ ലൈക്ക് ആ ചാപ്റ്റേഴ്സ് ഓൾമോസ്റ്റ് ഓക്കെ ആയി. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കി. പിന്നെ ചില സാറിന്റെ യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ആ ചാപ്റ്ററൊക്കെ പോയിരുന്നു, അത് നോക്കിയിരുന്നു. ചില ചാപ്റ്റേഴ്സ് അങ്ങനെ നോക്കി. പിന്നെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു ഇത് കുറെ മാസങ്ങൾക്ക് ശേഷം ഓൺലൈൻ ക്ലാസ് വന്നത് ഇവിടേക്ക്. പക്ഷെ എന്നാലും കൂടുതലും ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ടാണ് മെയിൻ ലൈക്ക് ആ പീരീഡ് കഴിഞ്ഞിട്ട് ലൈക്ക് ഫസ്റ്റ് വീക്കെൻഡ് നോട്ട് മൊത്തം കംപ്ലീറ്റ് ആക്കിയിരുന്നു ഞാൻ, ലൈക്ക് കടയിൽ പോയിട്ട്. എക്സ്പെക്ടഡ് ആയിരുന്നു നിങ്ങൾ ബോത്ത് ക്ലിയർ ചെയ്യുന്നുള്ളത്? ആകെ ലൈക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്ട്. ടാക്സും ഓടിക്കാൻ പണി. അപ്പം ലൈക്ക് ഇതൊരു പ്രശ്നം വന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് പാസ്സാവുന്ന ഉറപ്പായിരുന്നു. ഓൾമോസ്റ്റ് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും ബോത്ത് അടിക്കുന്നത്. നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളായിരുന്നു. ഞാൻ ചെറിയൊരു ഇവിടെ ടെക്നിക്കൽ ഇഷ്യൂ ബാക്കിയുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ടായിരുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹൗ ഡിഡ് യു അപ്രോച്ച്? നിങ്ങൾ ആ ഒരു റിവിഷൻ സ്ട്രാറ്റജി നിങ്ങൾ എന്താ ചെയ്തത്? എത്ര ടൈം കിട്ടിയിരുന്നു നിങ്ങൾക്ക് റിവിഷന്? റിവിഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒക്ടോബർ ലാസ്റ്റ് വീക്കാണ് ക്ലാസ്സസ് കംപ്ലീറ്റ് ചെയ്തത് മൊത്തമായിട്ട്. ഒക്ടോബർ ലാസ്റ്റ് വീക്ക് ഒക്ടോബർ 27, നവംബർ, ഡിസംബർ, ഓൾമോസ്റ്റ് 2.5 months ഉണ്ട്. അപ്പൊ അങ്ങനെ കിട്ടിയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞാൻ ചെയ്ത വെച്ചാൽ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനം പെട്ടെന്ന് കവർ ചെയ്യാൻ നോക്കി. ലൈക്ക് ഫുൾ ഇൻഡെപ്ത് നല്ലോണം നോക്കിയില്ല, ബട്ട് എല്ലാം സാധനം കവർ ചെയ്യുന്ന പോലെ. ലൈക്ക് ഒരു 1 month അല്ല 20-25 days എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് റിവിഷൻ പോലെ ഇതിലേക്ക് സംഭവം തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് കിട്ടുന്നുള്ളൂ കവർ ചെയ്യാൻ. ഞാൻ അത്ര ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ പിന്നെ എന്തെങ്കിലും ചില പോയിന്റ്സ് മിസ് ഔട്ട് ആവുമല്ലോ. പിന്നെ ക്ലാസ് ടൈമിൽ ഓൾറെഡി നോക്കിയത് കൊണ്ട് അത്ര ഒരു ഇഷ്യൂ വന്നില്ല. ചില പോയിന്റ്സ് മിസ് ഔട്ട് ആവും, പക്ഷെ അത് അടുത്തതിൽ ആഡ് ചെയ്യും, അടുത്ത റിവിഷൻ പോലെ. ഞാൻ ഫുൾ പെർഫെക്റ്റ് ആ റിവിഷൻ നോക്കിയില്ല. ഇൻഡെപ്ത് എന്ന് പറഞ്ഞാലും പെർഫെക്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ലൈക്ക്
പെർഫെക്ഷൻ എത്തൂല. സോ ഐ ആ തോട്ട് ഇങ്ങനെ പെട്ടെന്ന് ലൈക്ക് അത് എത്ര വർഷം അധികം ചെയ്യാൻ പറ്റുമോ അത്രയും നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ ആ ഒരു ടൈപ്പ് ഫോളോ ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് നോക്കി വീണ്ടും ഒരു 20 days എടുത്തിട്ട് സെക്കൻഡ് ടൈം റിവിഷൻ ഇതന്നെ സംഭവം വീണ്ടും റിവൈസ് ചെയ്തു. സോ അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു പെർസെന്റേജ് കവറായി. എത്ര റിവിഷൻ പിന്നെ മോക്ക് എക്സാം എടുത്തപ്പോ മൊത്തം? 3 ടൈംസിന് എടുത്ത് യാ ഇറക്കുന്നുണ്ട്. മോനെ, യു ആർ ദാറ്റ് നൈറ്റ് മെയർ മൈ മദർ ഓൾവേസ് വാണ്ട്സ് അബൌട്ട്. നമ്മൾ സാധാരണ സ്റ്റുഡൻസിനോടൊക്കെ പറയും 2 റിവിഷനൊക്കെ അടിക്കാൻ, പക്ഷെ അത് പോസിബിൾ ആവില്ല എന്നും പറയും. കാരണം ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കി കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇത്ര ഡേയ്സ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. പക്ഷെ ഒരു റിവിഷൻ തന്നെ പക്ഷെ ലൈക്ക് 2 റിവിഷൻ അതായത് ചില സമയങ്ങളിലേക്ക് അത് പെർഫെക്റ്റ് ആവില്ല സാർ. അത് നമുക്ക് തന്നെ തോന്നും ഒരു നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ ലോ തന്നെ ചില ചാപ്റ്റേഴ്സ് നോക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ ഇല്ല എന്ന ടൈപ്പിന്റെ മൈൻഡ് ഉണ്ടാവും. പക്ഷെ എന്നാൽ ഞാൻ നെക്സ്റ്റ് ടൈം ഒന്ന് വായിക്കുമ്പോൾ സെറ്റ് ആവും അല്ലെ. അപ്പൊ ലൈക്ക് അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയിരിക്കും നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആകുന്നു, ലൈക്ക് കംപ്ലീറ്റ് നമുക്ക് തോന്നുന്ന രീതിയിൽ. പെർഫെക്ഷന്റെ പിന്നാലെ പോകരുത് ആക്ച്വലി. പെർഫെക്ഷൻ ഞാൻ പോകുന്ന ഒരാളായിരുന്നു നോർമലി. ഞാനത് ഒഴിവാക്കാൻ ഓക്കെ. വേണ്ടിട്ട് പരമാവധി ഈ പ്രശ്നം തീരുമാനിച്ച ലൈക്ക് പെർഫെക്ഷൻ നോക്കരുത്, ഇത് കിട്ടൂല, തീരൂല അതായത് വിചാരിച്ച. ആൻഡ് ഹൗ വാസ് ഇറ്റ് ഓവറോൾ? നിങ്ങൾ എക്സാംസ് ഓരോന്ന് 1 by 1 അക്കൗണ്ട്സ് കഴിഞ്ഞപ്പോ എന്ത് ഫീൽ ചെയ്ത്? നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ പെർഫോം ചെയ്യാൻ പറ്റിയോ ബാക്കി ഓരോ സബ്ജക്റ്റും? അക്കൗണ്ട്സ് ലൈക്ക് നല്ല എല്ലാം പ്രിപ്പയർ ആയിരുന്നു. അപ്പം അക്കൗണ്ട്സ് പോയി എഴുതിയപ്പോ അറിയുന്ന ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ തന്നെ ലൈക്ക് വി ഹാവ് സാറ്റിസ്ഫൈ, നമ്മൾ എഴുതാൻ പറ്റുന്ന ഒരു വിശ്വാസമായി. നല്ല വൃത്തിക്കിരുന്ന് എഴുതി ഓൾമോസ്റ്റ് എക്സ്പെക്ടഡ് മാർക്കിന്റെ റേഞ്ചിൽ തന്നെ വന്നത്. അപ്പം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതേപോലെ ലോക്ക് വന്നത്, പക്ഷെ ലോ ഞാൻ തിയറി പേപ്പേഴ്സ് പൊതുവെ വീക്കാണ്. സോ അതുകൊണ്ട് തന്നെ ലോ എനിക്ക് ആ ടൈം നമ്മൾ കുറച്ച് ഡൗൺ പോലെ ആയി. പക്ഷെ എന്നാലും ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് ഞാൻ മോർണിംഗ് എന്താക്കിയല്ലോ, ലൈക്ക് എക്സാം മുമ്പത്തെ മോർണിംഗ് ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം നോക്കി, ലൈക്ക് മേജർ ചാപ്റ്റേഴ്സ് നോക്കി, ബാക്കിയുള്ളത് നോക്കിയാലും കുഴപ്പമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മെയിൻലി എല്ലാം നോക്കി. സോ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻ ലൈക്ക് നോക്കുമ്പോൾ ലൈക്ക് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞ മേജറിൽ റിപ്പീറ്റഡ് ആയിരിക്കുമല്ലോ, അതേ പോർഷൻ മറ്റൊരു രീതിയിലേക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. സോ ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ മീ പെട്ടെന്ന് എഴുതാനാണെങ്കിലും. അപ്പൊ ലോ എഴുതി കഴിഞ്ഞാൽ വലിയ മാർക്കൊന്നും എക്സ്പെക്ട് അല്ലായിരുന്നു, ബട്ട് എക്സെപ്ഷൻ കിട്ടുമായിരുന്നു തോന്നിയിരുന്നു. അപ്പം അതുകൊണ്ട് അതും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ടാക്സ് കുറച്ചധികം ടെൻസ്ഡ് ആയിരുന്നു, കാരണം പോർഷൻ ആ 1.5 days കംപ്ലീറ്റ് ആവാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിരുന്നു. അപ്പം അതിൽ ഞാൻ ടെൻസ്ഡ് ആയിരുന്നു പോയിരുന്ന എഴുതിയതിൽ. ബട്ട് കുഴപ്പമില്ലായിരുന്നു. എന്നാലും ലൈക്ക് പാസ്സാവും എന്ന് പറഞ്ഞാൽ ഇരിക്കുമായിരുന്നു, പാടായിരുന്നെങ്കിൽ കൂടി. പിന്നീട് ഉള്ളത് കോസ്റ്റിംഗ് ആയിരുന്നു. കോസ്റ്റിംഗ് ലൈക്ക് എഴുതിയപ്പോ തന്നെ നല്ല സമാധാനം, ലൈക്ക് എല്ലാം അറിയുന്ന പോലെ ആയിരുന്നു. സോ ലൈക്ക് സാറ്റിസ്ഫൈ ആയിരുന്നു. നമുക്ക് എക്സാം ആണെന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ സാറ്റിസ്ഫൈഡ്, നമുക്ക് അറിഞ്ഞതൊക്കെ എഴുതാൻ പറ്റി എന്ന രീതിയിൽ. ഓഡിറ്റിംഗ് കുറച്ച് പാടായിരുന്നു. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് അത്യാവശ്യം എല്ലാവർക്കും നല്ലൊരു പെർഫോം ചെയ്ത പേപ്പർ ആയിരുന്നു. ഹെവി മാർക്സും ഉണ്ട് എല്ലാവർക്കും തോന്നുന്നത്. അതെ, ഓഡിറ്റിംഗ് ഏകദേശം എല്ലാവരും കുറച്ചൊരു ടെക്നിക്കൽ കുറച്ച് ഇഷ്യൂസ് പറഞ്ഞ ടെക്നിക്കൽ കുറച്ച് പ്രശ്നം പറഞ്ഞ ഇതായിരുന്നു. ഓഡിറ്റിംഗ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. കുറച്ച് പാടായിരുന്നു, കിട്ടും എന്ന് ഉറപ്പ് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന എഫ് എം പേപ്പർ വാസ് സോ ഗുഡ്. അപ്പൊ നമുക്കത് കാണുമ്പോൾ തന്നെ ലൈക്ക് നമുക്ക് ഓക്കെ ഇത് എഫ് എം മതി നമുക്ക് പാസ്സാവാൻ, ലൈക്ക് ആ ഒരു ഫീലിംഗ് വരും നമുക്ക്. പിന്നെ നമുക്ക് എസ് എം ഇരുന്ന് ഇങ്ങനെ എഴുതുക, ലൈക്ക് പരമാവധി ഇടുക, അതന്നെ. അപ്പം ലൈക്ക് എക്സാംസ് നമുക്ക് ഓരോന്ന് കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. ആകെ ലോയും ടാക്സും മാത്രമേ ലൈക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു റിഗ്രറ്റുകൾ തോന്നുന്നു. പിന്നെ നമ്മളല്ലേ എക്സാംസ് അല്ലേ, എക്സാംസ് അല്ലേ, എല്ലാം ഈസി ആവുന്ന പ്രതീക്ഷിച്ചോടല്ലോ. സ്പെസിഫിക് ആയിട്ട് ലോ തിയറി ആയതുകൊണ്ട് ലൈക്ക് കുറച്ച് വീക്കാണ്. അപ്പം പരമാവധി ശ്രമിച്ചു. പിന്നെ ലൈക്ക് മോർണിംഗ് ടെൻഷൻ ആയിരുന്നു, ബട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ലൈക്ക് നോക്കിയിട്ട് പോയതുകൊണ്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ലാസ്റ്റ് സാറിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ ഫുൾ നോക്കിയത്. എക്സ്പെക്ട് ചെയ്തിട്ടില്ലല്ലോ റിസൾട്ട് വന്നപ്പോഴാണ്. അതെ, ലൈക്ക് എറൗണ്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. കിട്ടിയപ്പോ സന്തോഷം പോലെ. That was wonderful, Anand bhai. Anything further പറയാനുണ്ടോ നമ്മള് മെയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട്? മെയിൽ എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങളെ ഇപ്പം പുതിയ എഴുതാൻ പോകുന്നവർക്ക് അത്യാവശ്യം ടൈം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 100% കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അറിയില്ല, ലൈക്ക് അത് എനിക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല. ബട്ട് ഒരു 70-80% മതി നമുക്ക് പാസ്സാവാനുള്ളത്. പക്ഷെ ഇല്ല, നല്ല വൃത്തിക്ക് പഠിക്കാം. പാസ്സാവാനുള്ള അതിന് അവർ തരും. അധികം പെർഫെക്ഷൻ തേടി പോകരുത്. പിന്നെ ഉറക്കം ഒഴിഞ്ഞ് പഠിക്കരുത്. ഉറക്കം ഒഴിഞ്ഞ് പഠിച്ച അത്യാവശ്യം നല്ല പെട്ട ആളാണ് ഞാൻ.
ഞാൻ അത് നല്ല വൃത്തിക്ക് ഉറക്കമില്ല. ലാസ്റ്റ് ടൈം ഭയങ്കര പഠിക്കുമ്പോൾ ഭയങ്കര ഉറക്കം തൂങ്ങി പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഒരാളോട് സജസ്റ്റ് ചെയ്യൂല അങ്ങനത്തെ ഒരു സംഭവം. ലൈക്ക് നല്ല വൃത്തിക്ക് എഫക്റ്റ് അറിയാം. എന്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല വൃത്തിക്ക് അറിയാം എങ്ങനെയായിരുന്നു എന്ന്. അപ്പം അങ്ങനെ പഠിക്കണ്ട. മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ സ്ലീപ്പും ഫുഡും എല്ലാം ഇമ്പോർട്ടന്റ് നല്ല ആണ്. ലൈക്ക് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് അതൊക്കെ ഒരു 6 to 7 hours സ്ലീപ്പ് കിട്ടുക അതെ, എന്നുള്ളത്, കണ്ടിന്യൂസ് സ്ലീപ്പ് കിട്ടുക. ഓഫ് കോഴ്സ് വേണ്ടതാണ്. അത് ചെയ്യാത്തതിന്റെ പ്രശ്നം കൃത്യമായിട്ട് ഇപ്പോഴും അറിയാം. അങ്ങനെ പറയും. പിന്നെ അതെ, കൃത്യമായി പഠിച്ചാൽ അത് എന്തായാലും നമ്മൾ എല്ലാവരും പാസ്സാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവുന്നത്. നമുക്ക് പാസ്സാവേണ്ടതിൽ ഉണ്ടാവും, നമുക്ക് കിട്ടും. അതന്നെയാണ് പറയാനുള്ളത്. ദാറ്റ്സ് എ വണ്ടർഫുൾ മെസ്സേജ് ആനന്ദ് ഭായ്. കാരണം സാധാരണ നമ്മൾ പറയണതാണ് 40 മതി ഒരു സബ്ജക്റ്റിൽ പാസ്സാവാൻ. അത് എങ്ങനെ തപ്പിപ്പിടിച്ച് നോക്കിയാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ബട്ട് ദ തിങ് ഇസ്, നമ്മൾ പെർഫെക്ഷന് പിന്നാലെ പോയിട്ട് ചിലപ്പോൾ നമ്മൾ 70-80% പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അറിയാത്ത 20നെ പറ്റി ടെൻഷൻ അടിച്ചിട്ട് അറിയണ ഏരിയയും കൂടി കൊണ്ടുപോയി നമ്മൾ നെർവസ് ആയിട്ട് കൊളാക്കും. ആ ഒരു ഫാക്ടർ ശ്രദ്ധിച്ചാൽ തന്നെ ഏറെക്കുറെ കാമാവാന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ. ക്വസ്റ്റ്യൻസ് ആൻഡ് ഐ ഹാഡ് സംതിങ് വെരി സ്പെഷ്യൽ. ആനന്ദ് ഭായ്, എനിക്ക് ഞാൻ ഇൻസിഡന്റ് എന്താണെന്നും പറയാൻ നിൽക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ സംഭവം ഞാൻ ആനന്ദ് ഭായിനെ ഏൽപ്പിച്ചിരുന്നു കോർഡിനേറ്റ് ചെയ്യാൻ. അത്യാവശ്യം വലിയൊരു ക്രൗഡിന്റെ കാര്യം കോർഡിനേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച് അതിനിടയിൽ കുറെ കൺഫ്യൂഷൻസ് വന്നിട്ട് ലാസ്റ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്ന്. അപ്പൊ ആനന്ദ് ഭായിനോട് പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ അവതരിപ്പിക്കാൻ കുഴപ്പമില്ല പറഞ്ഞു. ആൻഡ് ആനന്ദ് ഭായ് വാസ് ലൈക്ക് ഫുള്ള് ചില്ലായിട്ട് എന്താ ചെയ്യാ സാറേ, നമുക്ക് കുഴപ്പമില്ല. ലൈക്ക് ചില ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് അവർ എത്രമാത്രം ഷാർപ്പായിട്ട് ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്, എങ്ങനെ പെർഫോം ചെയ്യേണ്ട, ആ ഒരു ഫാക്ടർ മാത്രമല്ല. സി എ കോഴ്സിൽ നമുക്ക് വേണ്ട ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യും. അത് ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. കാരണം നമ്മൾ നല്ലോണം പഠിച്ചു പോയി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ കൊളായി, സെക്കൻഡ് ക്വസ്റ്റ്യൻ നല്ലോണം അറിയാം, അത് അറ്റൻഡ് ചെയ്തു, അതും കൊളായി. ബട്ട് അതൊരിക്കലും നമ്മൾ ആ തേർഡ് ക്വസ്റ്റ്യനെ ഫോർത്ത് ക്വസ്റ്റ്യനെ എഫക്ട് ചെയ്യാൻ പാടില്ല. സോ സംതിങ് ഐ ഫെൽറ്റ് ഓവർ ദെയർ ഇറ്റ് സെൽഫ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക് ഉണ്ട് എന്നുള്ളത്, എന്തൊരു അഡ്വേഴ്സിറ്റി വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് ഓവർകം ചെയ്യും എന്നുള്ളത്. എന്താണ് ഈ ഫ്യൂച്ചർ പ്ലാൻ? ആർട്ടിക്കിൾഷിപ്പ് എവിടെ, എങ്ങനെയൊക്കെ? ഇപ്പം ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജി ടിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ ബാക്കി ഞാൻ പ്ലാൻ ബാക്ക് സൈഡിലേക്ക് 2-3 കൂടെ നോക്കണമെന്നുണ്ട്. സോ ഓക്കെ അത്ര ഫിക്സ്ഡ് അല്ല. ലൈക്ക് എത്രയും പെട്ടെന്ന് കയറാമെന്നുണ്ട്. ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യണമെന്ന് പ്ലാനിങ് ആയത്. അപ്പൊ സോ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റലൈസേഷൻ ഇല്ലാത്ത ടൈപ്പ് ഫേമാണ് ആലോചിക്കുന്നത്. അങ്ങനെ ടൈപ്പാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ദെയർ. നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോയിക്കോളി. മേ ബി നിങ്ങൾ സ്പെഷ്യലി അത്ര ഒരു ബിഗ് ഫോം പറഞ്ഞതുകൊണ്ട് അവിടെ മേ ബി വർക്ക് ചെയ്യുന്ന ആൾക്കാരോടും ഒന്ന് ബി പ്രിപ്പയർഡ്. ചിലപ്പോൾ അവർ നിങ്ങളൊന്ന് ഇമോഷണലി ഇല്ലാതാക്കാനുള്ള ടൈപ്പ് അപ്രോച്ച് ഒക്കെ വരും. അപ്പൊ അത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോവാ. നമ്മൾ വേൾഡിനെ ഫേസ് ചെയ്യേണ്ടല്ലേ, അപ്പൊ നമ്മൾ ഇപ്പഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ആനന്ദ് ഭായ്. നിങ്ങളെ ഈ സെഷന്റെ ഇടയിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിട്ട് ജോയിൻ ചെയ്തത് വളരെ സന്തോഷം. ഐ തിങ്ക് ബാക്കി ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാനുള്ള കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഐ തിങ്ക് ആനന്ദ് ഭായ് ഒന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. സാധാരണ 4 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റേണ്ടതാണ്, ഇപ്രാവശ്യം പറ്റുന്നില്ല. ഓക്കെ ബൈ ആനന്ദ് ഭായ്. മുസ്തഫ, ഹലോ സർ. AK മുസ്തു, how do you do? എവിടെ ഉള്ളത് ഇപ്പൊ? എന്തോ പരിപാടിന്റെ, നമ്മൾ അന്ന് നോമ്പുതുറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് വേറെ എന്തോ പരിപാടി ഉണ്ടാക്കണ തിരക്കിലാണ് ആള്. കോഴിക്കോടാണ്. ഇന്നലെ ഇങ്ങനെ വന്നതേന്, ഫ്രണ്ട്സൊക്കെ വിളിച്ചപ്പോ അങ്ങനെ വന്നേനു എല്ലാരും. അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നാട്ടിൽ പോവാന്നുള്ള കുറെ ആൾക്കാർ ഇങ്ങനെ പോയി തുടങ്ങി. അപ്പൊ ഞാൻ സ്റ്റാൻഡിൽ പോവാൻ നിൽക്കുക. അപ്പൊ ഓപ്പോസിറ്റ് മാളിൽ കയറിയിരുന്ന ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടാണ് പോവാന്നുള്ളത് അല്ലെ? കുറച്ച് പേർക്ക് കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് പോവാന്നുള്ളത്. മുസ്തഫ മാഷാ അല്ലാഹ് CA ഫൗണ്ടേഷനിൽ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു, ഇന്റർലും സ്റ്റുഡന്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിയർ ചെയ്ത്. മുസ്തഫനോട് ഞാൻ നമ്മൾ ഈ സെഷനിൽ ജോയിൻ ചെയ്യോ എന്ന് ചോദിച്ചപ്പോ മുസ്തഫ പറഞ്ഞ കുറച്ച് തന്നെ ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്ത കുറച്ച് സെന്റൻസ് ഉണ്ട്. ലൈക്ക് ഞാനിതിന്റെ മുന്നുള്ള ഓരോ സക്സസ് സ്റ്റോറി സെഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോഴും മുസ്തഫക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ പാസ്സായി വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെഷനിൽ വന്നിട്ട് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടുക എന്നുള്ളത്. ഐ എം ഓൾസോ റിയലി എക്സൈറ്റഡ് ഇൻ ദാറ്റ്. നമ്മളെ അൾട്ടിമേറ്റ്ലി പേർപ്പസും ഇതാണ്. മുസ്തഫ ഈ അറ്റംപ്റ്റിലും കുറെ പേർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിലും അവര് വാട്ട് എവർ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ ടിപ്സ് വെച്ചിട്ട് അടുത്ത അറ്റംപ്റ്റ് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ട് അവരുടെ സക്സസ് വേറെ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആവട്ടെ എന്നുള്ളത്. ഇനിയിപ്പോ നമ്മുടെ സെഷനിലാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ല വേറെ സെഷൻസിൽ ഓപ്പർച്യൂണിറ്റീസിലാണെങ്കിൽ അങ്ങനെ ഇൻഷാ അല്ലാഹ്. ഓക്കെ, മുഹമ്മദ് മുസ്തഫ, മാർക്സ് യു ഹാവ് അഡ്വാൻസ് അക്കൗണ്ടിംഗിൽ 64 ഉണ്ട്, ലോയിൽ 54, ടാക്സിൽ 65, ദാറ്റ് ഇസ് ടോട്ടൽ 183. സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ 76, ഓഡിറ്റിംഗിൽ 40, FM 51, അങ്ങനെ ടോട്ടൽ 167, ടോട്ടൽ 350. മാഷാ അല്ലാഹ്.
സൂപ്പർ മാർക്സ് ആണ് മുസ്തഫ. ഞാനൊക്കെ 2 മാർക്കിന് പാസ്സായ ആളാണ്. നമുക്കൊക്കെ ഇത് കാണുമ്പോൾ സ്വർഗമാണ്. മാഷാ അല്ലാ. നിങ്ങൾ എങ്ങനെ അച്ചീവ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റില്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം 2 ഗ്രൂപ്പ് എഴുതണം എന്നുള്ള ഒരു മൈൻഡായിരുന്നു ആദ്യം. ഫസ്റ്റ് മുതലേ സാറൊക്കെ ഫുള്ള് ഫസ്റ്റ് അറ്റംപ്റ്റിലല്ലേ ഫുള്ള് ക്ലിയർ ആയത്. അപ്പൊ അന്ന് മുതലേ ഉള്ള ആഗ്രഹം, അന്നേ മോട്ടിവേഷൻ സാർ ഫൗണ്ടേഷനെ പറഞ്ഞിരുന്നു. അപ്പൊ അന്നേ എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്റർ എങ്ങനെയാലും ഒറ്റ അറ്റംപ്റ്റിൽ 2 ഗ്രൂപ്പും ക്ലിയർ ആവണം എന്ന്. അപ്പോ അത് വെച്ച് ഇങ്ങനെ പഠിച്ചു തുടങ്ങി. പിന്നെ നമുക്ക് സ്റ്റഡി ലീവ് അത്യാവശ്യം 2.5 മാസത്തിനടുത്ത് കിട്ടിയണേ. അപ്പൊ പിന്നെ വേറെ ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായല്ലോ, ഇത്ര 3 ടൈം റിവിഷൻ ആക്കുക എന്ന് പറഞ്ഞാണ്ട് ഒരു പ്ലാന് വേറെ എല്ലാ പ്രാവശ്യവും ഇടലുണ്ടായിരുന്നു. അപ്പോ അത് കണ്ട് അതിൽ ഞാനൊരു 3 പ്രാവശ്യത്തെ ഒരു പ്ലാൻ ഉണ്ടാക്കി. പിന്നെ എക്സാം ടൈമിലിന്റെ ഇടയിലുള്ള 1.5 ഡേയ്സും അങ്ങനെ വിചാരിച്ച് 3 പ്ലാൻ ഉണ്ടാക്കി. 3 ടൈം റിവിഷൻ എന്ന് വിചാരിച്ചിനെ. കേൾക്കുന്നില്ലേ? യെസ് യെസ് യെസ്, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ നിങ്ങളത് അപ്ഡേറ്റ്സ് അവിടെ കേൾക്കുന്നുണ്ട്. പാരലലി ബാക്കിയുള്ളവരെ ആഡ് ചെയ്യണ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ വന്നുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. യെസ്. അപ്പോ അങ്ങനെ പ്ലാൻ ചെയ്ത് പഠിച്ചു. ഒരു 1.5 മാസം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് ഇങ്ങനെ എത്താനാവുമ്പോഴാണ് എനിക്ക് ഒരു അസുഖം, മഞ്ഞപ്പിത്തം അസുഖം വന്ന്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്, നിങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അത്യാവശ്യം കുറെ ദിവസം ഡൗൺ ആയി, പഠിക്കാൻ പറ്റാതെ. ഒരു 10-20 ദിവസം അങ്ങനെ പോയിന്. അത് കേട്ട് നിങ്ങൾ എന്തോ പറയും ചെയ്തു മെസ്സേജിൽ, ഇനി നോക്കണോന്ന്. എനിക്ക് കറക്റ്റ് ഓർമ്മല്ല, ബട്ട് എന്തോ. അതെ, ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം ഒതുങ്ങണോന്ന് ഇങ്ങനെ ചോദിച്ചിരുന്നു. ഒതുങ്ങണമെന്നല്ല, സാറിന്റെ ഒരു സജഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചു തരും. പിന്നെ ഏതായാലും മാഷാഅല്ലാഹ് 2 ഗ്രൂപ്പ് ഞാൻ എഴുതാൻ ഉറപ്പിച്ചേനു. 4 പ്രയോറിറ്റി 2 ഗ്രൂപ്പിന് കൊടുത്ത് അവസാനത്തെ കിട്ടും. ഏതായാലും എഴുതി മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്. ഓടിച്ചൊരു നല്ലൊരു ചെറിയൊരു ഫിയർ ഉണ്ടായി, കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത്. അതായത് ഓടിച്ച് കറക്റ്റ് 40 ഞാൻ കണ്ടു. അല്ല നിങ്ങള് ആ മിസ്സായ 40 ഡേയ്സ് 20 ഡേയ്സ് എങ്ങനെ ഓവർകം ചെയ്തപ്പോ? അത് ഞാൻ ആദ്യം മുതലേ ഫസ്റ്റ് മുതലേ ഷെഡ്യൂൾ തുടങ്ങണ മുതലേ ഞാൻ പഠിച്ചിങ്ങനെ വന്നിരുന്നു. അപ്പൊ ഏകദേശം റൗണ്ട് അല്ലെങ്കിൽ 2 റൗണ്ട് ഒക്കെ പ്ലാൻ ചെയ്തതിന്റെ ബെനിഫിറ്റ് അപ്പോഴാണ് ശരിക്കും കിട്ടിയത്. അവിടെ കിട്ടി. പിന്നെ ക്ലാസ് ടൈം ഒക്കെ ക്ലാസ്സിന് എടുക്കുമ്പോഴേ അങ്ങനെ പഠിച്ചു വരലുണ്ടായിരുന്നു. എന്നാലും അവസാനത്തെ കിട്ടും കുഴപ്പമില്ല. പിന്നെ സ്റ്റഡി ലീവ് കറക്റ്റ് പ്ലാൻ ചെയ്ത് അങ്ങനെ അതിന്റെ ഉപകാരം അപ്പോഴാണ് ശരിക്കും കിട്ടിയത്. പിന്നെ ലാസ്റ്റത്തെ 10 ദിവസം ഇരുന്ന് പഠിച്ച് അങ്ങനെ നേടിയെടുത്ത് അൽഹംദുലില്ലാഹ്. നല്ല സാറിന് മെസ്സേജ്, ആ റിസൾട്ട് പെട്ടെന്ന് ഫസ്റ്റ് സാറുമാർക്ക് എല്ലാവർക്കും അയച്ചു. അപ്പൊ തന്നെ സാറിന് മെസ്സേജ് അയച്ചിരുന്നല്ലോ, കിട്ടി പറഞ്ഞു. അങ്ങനെ സ്പെസിഫിക് പോയിന്റ്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ? സ്പെസിഫിക് ആയിട്ട് ഓരോ സബ്ജക്റ്റിൽ എങ്ങനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഇപ്പൊ തിയറി പേപ്പേഴ്സ് ആയ ലോ, ഓഡിറ്റ് ഒക്കെ നമ്മള് ഡെയിലി കവർ ചെയ്യണം. ഡെയിലി ഒരു 1 hour ഈച്ച് അല്ലെങ്കിൽ 2 hour ഈച്ച് ഡെയിലി കൊടുത്താല് അതിങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു തുടങ്ങും. ഇപ്പൊ ലോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ റൂട്ടാണെങ്കിൽ ഫൗണ്ടേഷൻ നമുക്ക് കുറച്ച് ഗതികേടാണെങ്കിലും ഇന്റർ വരുമ്പോ നമുക്ക് ലോ ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് തിയറികളില്. കാരണം ഭയങ്കര നമുക്ക് ഇഷ്ടമാവും. ഫൗണ്ടേഷനിലേറെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സുഖമാണ്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ച് ഡെയിലി കുറച്ച് ദിവസം ഇങ്ങനെ കവർ ചെയ്താല് പിന്നെ ഭയങ്കര ഈസി ആയി തോന്നും. നമുക്ക് വേഗം റിലേറ്റ് ചെയ്യാൻ കഴിയും. സാറിന്റെ ഷോർട്ട് നോട്ടുകളുണ്ട്, പിന്നെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, അതൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. അങ്ങനെ ഒന്നുകൂടി ലൈവിലാണ് ഇന്റർല ലോ ക്ലാസ്. ഫൗണ്ടേഷനിലെ മാതിരി കുട്ടികളുടെ ടോപ്പിക് ഒന്നും അല്ല. എനിക്കും പഠിപ്പിക്കുമ്പോൾ എൻജോയ് ചെയ്യണത് അങ്ങനെയാണ്. ഇന്റർല കമ്പനീസ് ആക്ടും പ്രാക്ടിക്കൽ ഏരിയ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ലൈവിലാണ്. പിന്നെ അതർലോ നമ്മൾ ഒരിക്കലും കളയരുത്, ഒഴിവാക്കരുത്. അതർലോ 50 to 55 വരലുണ്ട്. അപ്പൊ അതർലോ ആ ഇന്റർപ്രിട്ടേഷനും ജനറൽ ക്ലോസും സ്കിപ്പ് ചെയ്തു. അതായത് അത് ഫസ്റ്റ് നമ്മള് ക്ലാസ് ഏപ്രിലായിട്ട് കഴിഞ്ഞിടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ അങ്ങനെ കുറച്ച് പഠിച്ച് പിന്നെ അവസാനം എടുത്തത്. അപ്പോ സ്കിപ്പ് പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ് സ്കിപ്പ് അല്ല, കുറച്ചൊക്കെ അങ്ങനെ നോക്കീനു. അങ്ങനെ ഇപ്പൊ എക്സാമിന്റെ ഒരു ട്രെൻഡ് കുറച്ച് ബോറിംഗ് ആണ്. ബാക്കി കമ്പനീസ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഫെമൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ പോകും. LLP നമുക്ക് കിട്ടും. പക്ഷെ അത് രണ്ടും അങ്ങനെ ഒരു ഇതാ. പക്ഷെ അത് ഒഴിവാക്കരുത്. നമ്മളെ ലോന്റെ എക്സാമിൽ ഒരു ട്രെൻഡ് വെച്ചാല് എല്ലാ ലോട്ടിലും അതർ ലോന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ അതർലോ നമ്മൾ ഒരിക്കലും കമ്പനീസ് ആക്ടിലും അറ്റ്ലീസ്റ്റ് ചാപ്റ്റേഴ്സ് അവർ ക്ലബ് ചെയ്തിട്ടാ ചോദിക്കണം. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ഇത്ര മാർക്ക്, പിന്നെ 3 ചാപ്റ്റർ ഇതാണല്ലോ. ഇത് ജനറൽ ക്ലോസ് ഇത്ര മാർക്ക്, ഇന്റർപ്രിട്ടേഷൻ ഇത്ര മാർക്ക്, നമ്മൾ ചോദിച്ചിരിക്കും. ഞാൻ അവസാനത്ത് കിട്ടാണ് ഇത് മനസ്സിലാക്കി. എല്ലാ ലോട്ടിലും അതർലോ ഉണ്ട് മനസ്സിലാക്കിയത്. 5 ക്വസ്റ്റ്യനിൽ 2 ഫേമ ഉണ്ടാവും,
മൂന്നെണ്ണത്തിന് ജനറൽ ക്ലോസ് അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷൻ 2 അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എങ്ങനെയായാലും 12 മാർക്ക് അല്ല 10 മാർക്ക് അതിന് വരും. അപ്പൊ അത് ആരും ഒഴിവാക്കിയരുത്. ഇനി ഞാൻ പിന്നെ മെയ് ബാച്ചിൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഓരോടൊക്കെ പറയണതാ അതറിലോ വിട്ട് ഒരു കളി കളിക്കരുത് എന്നാ പറയണേ. അങ്ങനെ അത് പിന്നെ ഓഡിറ്റ് സബ്ജക്റ്റ് എങ്ങനെ വെച്ചാല് നമ്മൾ ഡെയിലി കവർ ചെയ്യണം. എന്റെ ഇപ്പൊ ഒരു ഫ്രണ്ട് നമ്മളെ ക്ലാസ് തന്നെ വിഷ്ണു ഒക്കെ എപ്പോഴും എന്നോട് പറയണാണ് ഡെയിലി കവർ ചെയ്യണം. ഞാൻ പിന്നെ കുറച്ച് അവസാനത്തേക്ക് ഇങ്ങനെ വെച്ചു, കാരണം ഫസ്റ്റിന് ഓഡിറ്റ് ഇങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോ വേറെ ഉള്ളതും മൂട് പോകണ പോലെ ആയി. അപ്പൊ പിന്നെ ഞാൻ ഓഡിറ്റ് അവസാനത്തേക്ക് ആക്കി ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോഴെ പിന്നെ കുറച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മഞ്ഞപ്പിത്തായി. പിന്നെ ഒരു 10 ദിവസം പോയി, പിന്നെ അവസാനം പിന്നെയും നോക്കി. ഏതായാലും അത് നല്ല പേടിച്ചിനിയാ കിട്ടൂല എന്നുള്ളത്. അങ്ങനെ അപ്പൊ അത് ഡെയിലി കവർ ചെയ്യണം ഓഡിറ്റ്. പിന്നെ പ്രോബ്ലം പേപ്പർ ഇപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായി, അല്ല പലർക്കും പല ടൈപ്പ് ഉണ്ടാവും. പക്ഷെ കൂടുതലും പ്രാക്ടിക്കലാ ഇഷ്ടം, കൂടുതലും സി ഒക്കെ വരുന്നത്. യെസ്. കൂടുതൽ ആൾക്കാർക്ക് പ്രാക്ടിക്കലായിരുന്നു ഇഷ്ടം. അപ്പോ അക്കൗണ്ട്സ് ആണെങ്കിൽ, കോസ്റ്റിംഗ് ആണെങ്കിൽ, FM, ടാക്സ്, GST ഡയറക്ട് ടാക്സും ഉണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ RTP, MTP, പ്രീവിയസ് ഇയർ എല്ലേതും ചെയ്യുക. ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മള് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മെയ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ജനുവരി ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ 2 MTP, ഒരു RTP, ഒരു PY. അപ്പൊ തന്നെ ഒരു 12 ക്വസ്റ്റ്യൻ പേപ്പറിന് മേലെ നമുക്ക് ഉണ്ട്. ഇനിയിപ്പോ വരാൻ പോണവർക്ക് അതിലാറി ഉണ്ടാവും, 15ന്റെ അടുത്ത് വരും. അപ്പൊ അതെല്ലാം ചെയ്താൽ തന്നെ ഇപ്പൊ പഴയ സിലബസ് പോകേണ്ട ആവശ്യമില്ല, നല്ലൊരു ഉപകാരപ്പെടും. നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് മനസ്സിലാവും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അങ്ങനെ കറക്റ്റ് കിട്ടും. അങ്ങനെയല്ല കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഈവൻ സെയിം ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിലും ക്രാക്ക് ചെയ്യാൻ പറ്റും. കുറെ പേര് പറഞ്ഞത് നമ്മൾ ടെക്സ്റ്റ് ഫുള്ള് ബൈ ഹാർട്ട് പഠിച്ചു എന്നിട്ടും പാസ്സാവാൻ പറ്റിയില്ല. ഇത് കുറച്ച് കേസ് സ്റ്റഡി ഓറിയന്റഡ് പ്രൊഫഷണൽ എക്സാം ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പാസ്റ്റ് എക്സാംസ് ചെയ്യുമ്പോൾ ഇനി സെയിം വന്നില്ലെങ്കിലും നമുക്ക് കറക്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ഏരിയാസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെ പ്രസന്റ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഇപ്പൊ മിക്സ് ആയിട്ട് 2 സെക്ഷൻസ് വെച്ച് ചോദിച്ചാൽ നമുക്ക് കണക്ട് ചെയ്ത് എഴുതാൻ കഴിയും കുറച്ചും പാടൊക്കെ. യെസ്. അങ്ങനെയൊക്കെ അങ്ങനെ അതുകൊണ്ട് അത് നല്ല ഉപകാരപ്പെടും. എക്സാംസ് ഓരോന്ന് കഴിഞ്ഞപ്പോ എന്ത് തോന്നിയിരുന്നു മുസ്തു? ഓരോ സബ്ജക്റ്റും കഴിയുമ്പോ യുവർ ലൈക്ക് എന്തായിരുന്നു, ഇത് കിട്ടുമോ? ഞാൻ എങ്ങനെ വെച്ചാല് എനിക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ എനിക്ക് അറിയാം പാസ്സാവോ ഇല്ലേന്ന് എനിക്കറിയാം. MCQ അന്നേരം നോക്കും ഫുള്ള് എത്ര ഉണ്ട് മാർക്ക് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും എല്ലാ വിഷയത്തിനും. അത് അതേപോലെ തന്നെ കിട്ടല്. ശരി, മാഷാഅല്ലാ. എക്സ്പെക്ട് ചെയ്തായിരുന്നു ഓരോ സബ്ജക്ട് വൈസ് കിട്ടും എന്നുള്ളതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു. അതെ, പക്ഷെ ഞാൻ ഓഡിറ്റ് എക്സ്പെക്ട് ചെയ്തില്ല. കോസ്റ്റിംഗ് എക്സംഷൻ ഉണ്ടാവും അറിയാം. പിന്നെ ഓഡിറ്റ് പാസ്സായാല് ബാക്കി 2 ഗ്രൂപ്പും കിട്ടും എന്നുള്ളതാണ്. കാരണം FMS പഠിച്ചോ കണ്ടറിഞ്ഞ് തരും ചെയ്തു, 40 കറക്റ്റ് തരും ചെയ്ത്. ഉമ്മ പറയണായി എല്ലാ തടസ്സങ്ങളും നീക്കണമെന്ന് ഞാൻ പഠിച്ചോണ്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഉമ്മ എപ്പോഴും പറയും. നമ്മളിപ്പോ പേരൻസിന്റെ എല്ലാരും പ്രാർത്ഥന, സേർമാരുടെ പ്രാർത്ഥന എല്ലാം ഉണ്ടായോണ്ട് അങ്ങനെ രക്ഷപ്പെട്ട്. ഒരു ഗ്രൂപ്പ് ഒരു സബ്ജക്ട് അല്ല പോസ്റ്റിംഗ് എക്സംഷൻ ഉണ്ടാവുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാലും നമ്മൾ ഉള്ളിൽ നമ്മളെ സമാധാനപ്പെടുത്താൻ ഒരു ഇതുണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ കൂട്ടി 40ക്ക് എത്തിച്ചിക്കണേ ഓഡിറ്റ്. ഒരു ശുഭ പ്രതീക്ഷ അറിയില്ലേ, അങ്ങനെ എത്തിച്ചു വെച്ചിക്കണേ. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. അതേതായാലും റിസൾട്ട് വന്നപ്പോ കിട്ടി, അൽഹംദുലില്ലാ, സന്തോഷായി. ആർട്ടിക്കിൾഷിപ്പ് കയറണം നോക്കണം. ഇനി ഞാൻ ഓറിയന്റേഷൻ കഴിഞ്ഞാണ്, ITT ചെയ്യാൻ കൊടുത്തിന്. പക്ഷെ ഞാൻ പിന്നെ ആ ബാച്ച് ക്യാൻസൽ ചെയ്തു. മഞ്ഞപ്പിത്ത കുറച്ചും പാടി പിന്നെ കൂടീന്. എക്സാം അതിന് എറണാകുളത്ത് ഓറിയന്റേഷൻ, അപ്പൊ കുറച്ച് കൂടീന്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തു. ITT ചെയ്യണം. പിന്നെ ആർട്ടിക്കിൾസ് ഓരോ ഫേം ഇങ്ങനെ പഠിച്ചു വരണം. ഞാൻ സാറോട് പേഴ്സണലായി മെസ്സേജ് അയക്കാം. നിങ്ങൾ പറയും, അതിനനുസരിച്ച് ഗൈഡ് ചെയ്യുക. അത് പറഞ്ഞപ്പോഴാണ് വേറെ പോയിന്റ്. ഇനിയിപ്പോ മെയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ഇപ്പൊ തന്നെ നോക്കിയിടുക, ITT ഓറിയന്റേഷന്റെ സ്ലോട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിടുക. ബിക്കോസ് നമുക്ക് ഇപ്പോഴും വരുന്ന കുറെ മെസ്സേജസ് ആർട്ടിക്കിൾസ് ജോയിൻ ചെയ്യണം, ബട്ട് ഇത് രണ്ടും പെൻഡിങ് ആണ്. അപ്പൊ ഏകദേശം വീണ്ടും ഒരു 1.5 months 2 months വീണ്ടും നിങ്ങൾ ഡിലേ ആകും. കാരണം 15 ദിവസം ഉള്ളെങ്കിലും 20 ദിവസം വരും ഏകദേശം ടോട്ടലി. അപ്പോ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ഓറിയന്റേഷൻ ഒക്കെ ഒന്നുകൂടി ഒരു ചിൽ മൂഡാണ്. നിങ്ങളൊരു ട്രിപ്പ് പോയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ ആ എക്സാമിന്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ ITT ഒക്കെ വീണ്ടും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം കാര്യങ്ങളൊക്കെ ഇതാണെങ്കിലും എക്സാം കഴിഞ്ഞ ഉടനെയുള്ള ഓറിയന്റേഷൻ സെഷൻ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തിട്ടാണ് നടക്കുക. സൺഡേകള് 2 സൺഡേ ഒക്കെ എങ്ങനെയാലും കിട്ടും. യെസ്, ഒരു നല്ല റഷ് ഉള്ള സീസണുമാണ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് ഇടയിലുള്ള ആ ബാച്ചസ്. സോ അത് ടൈം വേസ്റ്റ് ആവൂല, യൂസ്ഫുൾ ആയി.
മുസ്തു സ്പെസിഫിക് ആയിട്ട് മെയ് എക്സാം എഴുതാൻ പോണ സ്റ്റുഡൻസിനോട് എന്തെങ്കിലും പറയണ്ടോ? ഒന്നും ഒഴിവാക്കരുത്. ഇപ്പൊ ചിലവര് കുറച്ച് പാഠം സ്കിപ്പ്, കുറച്ച് അങ്ങനെ ഒരു സാധനം ഒഴിവാക്കരുത്. ഇത് ICI ആണ്, ആയിന്ന് ഇറങ്ങി ചോദിക്കും ഉറപ്പാ. നമ്മൾ എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു വിഷയം നല്ല ടഫ് ആക്കും പറയലുണ്ട്. പക്ഷെ എപ്പോഴും നമ്മള് പല പല ആഗ്രഹം ഓഡിറ്റ് ആവരുത് അല്ലെങ്കിൽ ലോ ആവരുത് എന്നൊക്കെയാണോ. പക്ഷെ അങ്ങനെ വിചാരിച്ചത് നേരാവുക. അപ്പൊ നമുക്ക് നല്ല കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി നല്ലോണം വേണം. ഒന്നും ഒഴിവാക്കരുത്, എല്ലാം കുട്ടികൾക്ക് നമ്മളോട് പഠിക്കണം. പൊതുവെ ഭയങ്കര ദേഷ്യം വസ്തു. ഈ സാർ എന്താ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതാ പറഞ്ഞു തരൂല, ഇത് മാത്രം പഠിച്ചു പോയാൽ മതി എന്താ പറഞ്ഞു തരൂല. അങ്ങനെ ഇപ്പൊ യൂട്യൂബിലൊക്കെ പലപോലും അങ്ങനെയൊക്കെ കുറെ വീഡിയോ നോർത്തേൺ സൈഡിൽ നിന്നൊക്കെ വരും. 2/4 3/4 സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാണ്ട് അവസാന നിമിഷം 1 ഡേ സ്ട്രാറ്റജി എന്നൊക്കെ. എല്ലാം പഠിച്ചാലേ കിട്ടുള്ളൂ ഉറപ്പാ. അത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒരു പ്രാവശ്യം നമ്മള് എത്രയോ ഇമ്പോർട്ടന്റ് എന്നൊക്കെ വിചാരിച്ചു പോണ സാധനങ്ങള് ചോദിക്കുകയില്ല. അപ്പൊ എല്ലാം ഫൗണ്ടേഷൻ എന്നൊക്കെ എത്രയോ പഠിച്ചിട്ട് ഇമ്പോർട്ടന്റ് ഉള്ള എല്ലാ സാധനം പഠിച്ചിട്ട് എന്നിട്ടും ഇപ്പൊ മറ്റേ മാതിരി ഉള്ളിന്ന് ഇങ്ങനെ അവിടുന്നും ഇവിടുന്നും ചോദിച്ചു. അപ്പൊ നമുക്ക് എല്ലാം കിട്ടിയാലേ എല്ലാം പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം അത് പിന്നെ പറയാനുള്ളത്. പിന്നെ സ്റ്റഡി ലീവ് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. ആരും ഫസ്റ്റ് തന്നെ ഒരു ഗ്രൂപ്പ് സിംഗിൾ ഗ്രൂപ്പ് മതി അങ്ങനെ ആരും ഫസ്റ്റ് തന്നെ തീരുമാനം എടുക്കരുത്. അതൊരു മണ്ടത്തരാണ്. നമുക്ക് രണ്ടും കഴിയും ആ ഒരു പ്ലാനിൽ ചെയ്യാം. കുറച്ച് ഒരു അവസാനമൊക്കെ ആവുമ്പോ ചിലപ്പോ എന്നെ കൊണ്ട് കഴിയൂലാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ഗ്രൂപ്പ് ആവുക. അപ്പോഴും അതിൽ മറ്റേതൊന്ന് എഴുതണം. ചിലപ്പോ എക്സംഷൻ ഒരു പേപ്പറൊക്കെ നല്ല സിമ്പിൾ ഉള്ളതിന്റെ എക്സംഷൻ കിട്ടും. അപ്പൊ ഫുള്ള് എഴുതിയാലേ ആ എക്സംഷൻ കിട്ടുള്ളൂ. അങ്ങനെ എന്തോ ഇല്ലേ, ആബ്സെന്റ് ആവരുത്. ആബ്സെന്റ് ആവരുത് അങ്ങനെ എന്തോ. അപ്പൊ നമ്മളായിട്ട് കൺക്ലൂഷനിൽ എത്താനും പാടില്ല. ഒരു സബ്ജക്ട് മുസ്തഖ് വേണമെങ്കിൽ ഓഡിറ്റിംഗ് ടഫ് ആയിരുന്നു, എന്നാ വേണമെങ്കിൽ FM എഴുതാതൊക്കെ ആയിരുന്നു, ഓഡിറ്റിംഗ് കിട്ടൂലെന്ന് എഴുതിയിട്ട്. പക്ഷേ അത് എഴുതിയോണ്ട് ഗ്രൂപ്പ് ക്ലിയർ ആയി പോകുന്നു. യെസ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് അബദ്ധം പറ്റില്ല. അങ്ങനത്തെ കുറെ വീഡിയോസ് ഷെയർ ചെയ്യലുണ്ട്. ഒരിക്കലും ഒരു ഗ്രൂപ്പ് ആവരുത്, 2 ഗ്രൂപ്പ്. ഓക്കെ മുസ്തു മിസ്സായി. Nice to have you here. Vijit bhai. ഓക്കെ. ആഫ്റ്റർ എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റി അല്ലെ? കുറെ നിങ്ങൾ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വേറെ ഐഡിയ എക്സ്പെക്ടഡ് ആണ്. ഇൻസ്റ്റയാണ് ഇതിൽ ഏറ്റവും ദുരന്തമായി നിൽക്കുന്ന സാധനം. ലൈവ് സെഷൻ പോവാൻ ഏറ്റവും ഫ്ലോപ്പ് സാധനം ഇൻസ്റ്റയാണ്. അത് നമ്മള് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ നിൽക്കണം. യെസ്, ഐ നോ. കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നത്. ഒന്നും അറിയില്ല. പഠിക്കാൻ വേണ്ടി ടാബ്ലറ്റ് വാങ്ങിയായിരുന്നു, അതിലാണ് ലൈവ് നോക്കിയത്. അപ്പൊ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ല തീരുമാനമാണ് ഫിജിത് ഭായ്. നമ്മളെല്ലാവരോടും പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറും അതാണ്, ഡിസ്ട്രാക്ഷൻസ് അവോയ്ഡ് ചെയ്യുക. ഞാൻ തന്നെ പല സിറ്റുവേഷൻസിലും അൺഇൻസ്റ്റാൾ അങ്ങനെ പോണ സമയം എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോ, ഒരു ബാച്ച് വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യാനുള്ള സമയത്ത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യും. അല്ലെങ്കിൽ ടാബ് കയറുക, നോക്കുക, പോവുക. പക്ക ഡിസ്ട്രാക്ഷൻ ആണ്. ഫിജിത് ഭായ്, നിങ്ങള് ഇവിടെ ഇൻവൈറ്റ് ചെയ്തു, നിങ്ങളെ വർക്ക് ലോഡിന്റെ ഇതിന്റെ ഇടയിൽ നിങ്ങൾ ജോയിൻ ചെയ്തതിലും വളരെ സന്തോഷം. നിങ്ങൾക്ക് ഓൾ ടുഗദർ ഒരു ഡിഫറെന്റ് സ്റ്റോറി പറയാനുണ്ടാവും എന്നുള്ളത് നിങ്ങളെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഐ ഹാഡ് ഹൈ എക്സ്പെക്ടേഷൻസ് ഇൻ യു. നിങ്ങൾ ക്ലിയർ ചെയ്യും എന്നുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെനവർ യു ബോത്ത് ഗ്രൂപ്പ് എഴുതണമെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞ നിങ്ങൾ ബോത്ത് എഴുതണം എന്നുള്ളത് തന്നെ. ടു സേ സിമ്പിൾ ബാക്ക്ഗ്രൗണ്ട്, ശ്രീജിത് ഭായിനെ പറ്റി പറയാൻ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഇതിന്റെ കുറച്ച് മുന്നേ ലോന്റെ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു. അതിന് മുന്നേ കുറച്ച് ബുക്സ് ഫ്രീ ആയിട്ട് കൊടുത്തു. അതിനെ ഇൻസ്പയർ ട്രിഗർ ചെയ്തൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് മുന്നേ കുറച്ച് വർഷങ്ങൾ മുന്നേ നടത്തിയ ഒരു സക്സസ് സ്റ്റോറീസിൽ ഞാൻ ഇൻവൈറ്റ് ചെയ്യാത്തൊരു ആള് വന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജോയിൻ ചെയ്തോട്ടെ പറഞ്ഞിട്ട് വന്ന് മനീഷ് CMA സ്റ്റുഡന്റ് ആയിരുന്നു. ആള് സ്ട്രഗിൾ ചെയ്ത് അത്യാവശ്യം ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോ വർക്കിന് പോവും, റെയിൽവേ പ്ലാറ്റ്ഫോം പോയിട്ട് അവിടുത്തെ വൈഫൈ യൂസ് ചെയ്തിട്ട് യൂട്യൂബിലെ ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്ത് അത് കണ്ട് ആള് ഇന്റർ ഒക്കെ ക്ലിയർ ചെയ്ത് ഫൈനൽ ലെവലിലെത്തി. ഭയങ്കര ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിരുന്നത്. ആൻഡ് അതിന്റെ ഇടയിൽ ലാസ്റ്റ് ആളെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ആരെങ്കിലും കയ്യിൽ ഫൈനലിന്റെ ബുക്സ് തരാനുണ്ടെങ്കിൽ ഒന്ന് തന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി എന്നുള്ളത്. ദാറ്റ് തിങ് മൂഡ് മീ. അതിന്റെ ബേസിലായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഒരു സംഭവം കണ്ടക്ട് ചെയ്ത് പോവാ എന്നുള്ള പ്ലാൻ ചെയ്തത്, ക്ലാസ്സസും ബുക്സും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. ശ്രീജിത്ത് ഓവർ ഹിയർ ഓൾമോസ്റ്റ് അത്യാവശ്യം സിമിലർ അല്ലെങ്കിൽ അതിനേക്കാൾ എക്സ്ട്രീം സ്ട്രഗിൾസ് പോകുന്ന ഒരു പേഴ്സൺ ആണ് എന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾ ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾ എവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്തോണ്ടിരിക്കണേ?
ലൈക്ക് സ്ഥാപനത്തിന്റെ പേരല്ല ചോദിക്കണം, എന്ത് വർക്കാ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞാല് ഐഡിയൽ ഐസ്ക്രീം സംഭവമുണ്ട്, കർണാടക ബ്രാൻഡാണ് IDL എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കീഴിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഐസ്ക്രീം പാർലർ ഉണ്ട്, വെറോസും ഉണ്ട്. അപ്പൊ അവിടെ സാധനങ്ങൾ കൂടിയും അൺലോഡ് ചെയ്യും, വണ്ടിയിൽ കൊണ്ടുപോകും, കാസർഗോഡ് മൊത്തം സപ്ലൈ വരാം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം മൊത്തമായിട്ട്. സാധനം ക്ലിയർ ആണോ, Yes, yes, ഒക്കെയാണോ yes. മനസ്സിലാണോ അറിയില്ല. ചെറിയ എക്കോ ഉണ്ട്, ബട്ട് നിങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയി. പറഞ്ഞത് എന്താ ക്ലിയർ ആയി. ശ്രീജിത് ഭായ്, നിങ്ങളെ പിന്നെ സ്ട്രഗിൾസിന്റെ ഡയറക്ട്ലി ഫസ്റ്റ് റിസൾട്ട് വന്നു, പാരന്റ്സ് എന്ത് പറഞ്ഞു? പാരന്റ്സ് റിസൾട്ടും കുറച്ച് സ്റ്റോറി പറഞ്ഞായിരുന്നു സാറേ. എന്നുവെച്ചാ അത് എങ്ങനെ പറയുന്ന വെച്ചാ പത്തിന്റെ വാക്കുകളില്ല. ഞാന് റിസൾട്ട് വരുന്ന ദിവസം വീട്ടിൽ തന്നെ ആയിരുന്നു, എന്റെ അമ്മൂമ്മയുടെ വീട്ടിലായിരുന്നു. ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിൽക്കാതെ കുറവാ, പഠിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകും. ഫ്രണ്ട്സ് മൊത്തം അമ്മൂമ്മയുടെ വീട്ടിലാണ്. അപ്പോ അവിടെ നിന്ന് പലതും എന്റെ ബോസ്, ഇപ്പോഴത്തെ ബോസ് വിളിച്ചു, നാളെ വർക്ക് ഉണ്ട്, വരാൻ പറ്റും. അപ്പൊ നാളെ റിസൾട്ടാണ്, ജോലിക്ക് പോകണോ റിസൾട്ട് നോക്കാൻ വേണ്ടി ഇരിക്കണോ ഒരു മൈൻഡായിരുന്നു. നൈറ്റാണ് റിസൾട്ട്, 10 മണിക്കും വരാം രാത്രി. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയില്ല, വർക്കിന് പോയാൽ ഒന്നും കൂടി എമൗണ്ട് കിട്ടും എന്നൊരു മൈൻഡിൽ ഞാൻ കയറി പോയി. അപ്പോ 10 മണിക്ക് റിസൾട്ട് വരുന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, ഞാൻ നോക്കിയില്ല മാത്രം. എന്നുവെച്ചാൽ രാവിലെ വർക്കിന് കയറിയ സാറേ, പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ രാവിലെ മൊത്തം ലോഡിങ്ങ, അതിനുള്ള ഫ്രീസർ റൂമിന്റെ ഉള്ളിൽ സാധനം എടുത്തു വെക്കുക, കയറ്റുക, ഇങ്ങനെ ചെക്ക് ചെയ്യുക, വണ്ടിക്കുള്ളിൽ കയറ്റേക്കുക, അങ്ങനെയുള്ള വർക്കാ. അപ്പൊ അതിനിടെ ഞാൻ ഫോൺ ഉപയോഗിച്ചാൽ അവർക്കും ബുദ്ധിമുട്ടാണ്. വെച്ചാൽ ആ സാധനം ഐസ്ക്രീം വെള്ളമായി പോയാല് പിന്നെ ഒരു ഭാരത്തിനുണ്ടായത്. അപ്പൊ പരമാവധി സ്പീഡിൽ കയറ്റിട്ട് അയക്കലാണ്. അപ്പൊ ഫോൺ ഞാൻ നോക്കാറില്ല. റിസൾട്ട് ഫോൺ ഞാൻ ആരും പറഞ്ഞിട്ടില്ല, അത് വേറെ ഫാക്ടറാണ് സാറേ, ആരുടെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോ എന്റെ റിസൾട്ട് പറഞ്ഞ എന്റെ അച്ഛൻ ഇങ്ങോട്ട് വിളിച്ച് പറയാനുണ്ട്, നീ പാസ്സായിട്ടാണ്. ഞാൻ ഞെട്ടിപ്പോയി. എന്താ വെച്ചാ എന്റെ റിസൾട്ട് അച്ഛൻ എങ്ങനെ എന്താ പറയാ, എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു. ഞാൻ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചു പറഞ്ഞായിരിക്കും. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയാൻ ചാൻസ് ഇല്ല, അങ്ങനെ തോന്നി. പിന്നെ പറഞ്ഞു അമ്മേനെ, എന്റെ ഫ്രണ്ട് ആദില്, എന്റെ റൂംമേറ്റ് ആയിരുന്നു ബാച്ചുലർ പഠിക്കുന്ന സമയത്ത്, അവൻ വിളിച്ചു പറഞ്ഞു. വെച്ചാല് ഞങ്ങള് 2 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചു, റിസൾട്ട് എന്തായാലും നോക്കാം, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം, പൊട്ടിയ രണ്ടാളും വിളിക്കണ്ട, പാസ്സാണെങ്കിൽ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ പാസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഓൻ വിളിച്ചു പറഞ്ഞു. എന്നെ കിട്ടാത്തതുകൊണ്ട് എന്നെയാണ് ഫസ്റ്റ് വിളിച്ചത്. അപ്പൊ എന്നെ കിട്ടാത്തതുകൊണ്ട് എന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു. എനിക്ക് അത് സന്തോഷമാണ്. വെച്ചാൽ വേറെ പറഞ്ഞേക്കുമ്പോ നമുക്ക് കുറച്ചും കൂടി ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് തോന്നി. എനിക്കത് നല്ലൊരു ഹാപ്പി മൂമെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റായി. പിന്നെ അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞത്. പിന്നെ ഞാൻ വർക്കിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. സാറിനോട് പോലും ഞാൻ പറഞ്ഞത് ഇന്നലെ ആയിരുന്നു. സാറേ, എനിക്ക് തോന്നുന്നു നിങ്ങള് റിസൾട്ട് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് നിങ്ങൾ മെസ്സേജ് അയക്കണേ. അത് ഇന്നലെ രാത്രി സാറേ. ഇന്നലെ റിസൾട്ട് വന്ന രാത്രി കുറെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു. ഇപ്പോ എന്റെ റൂമിലുണ്ടായ ജോണ്, നാദി, കുറെ ആൾക്കാരുണ്ടായിരുന്നു, കുഞ്ഞുമോനെ, അങ്ങനെ അവരെല്ലാം വിളിച്ചിങ്ങനെ സമയം പോകുമ്പോ പിന്നെ സാറെല്ലാം ആകുമ്പോ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു ക്ലാസ്സിലാൻ വെച്ചത്. അത് കഴിഞ്ഞാൽ പിന്നെ സാറെ എങ്ങനെ ആയിരിക്കും പറയാൻ ഞാൻ വിളിക്കാൻ പേടിയായിരുന്നു, ഞാൻ വിളിച്ചില്ല. സാർ തിരക്കായിരിക്കോ, നമ്മൾ ബുദ്ധിമുട്ടിരിക്കോ അറിയാത്തോണ്ട് ഞാൻ വിളിക്കാനൊന്നുമില്ല. ദിവസം വന്ന് പഠിപ്പിക്കണത് ഈ ഒരു ദിവസം കാണാനാണ്. എന്നിട്ട് ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ വിളിച്ച് സന്തോഷം അറിയിക്കുന്നത് ഡെഫിനറ്റ്ലി അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ അടുത്ത ബാച്ച് എടുക്കണോ ഈ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യണോ വരെ തീരുമാനിക്കുന്നത്. എന്നിട്ട് നിങ്ങള് നമ്മളെ തിരക്ക് പോവാൻ പറ തിരക്ക്. സാറിന് ക്ലാസ് സമയത്ത് പിന്നെ എടുക്കും പറ്റില്ല. എനിക്ക് ഫ്രീ ആയ സമയം രാവിലെ ആയിരുന്നു. എന്നെ ഞാൻ വിളിക്കേണ്ട വിളിക്കാത്ത. രാത്രി പിന്നെ മടിയായി. രാത്രി പിന്നെ നൈറ്റ് ഒരിക്കലും വിളിക്കുന്നു ബുദ്ധിമുട്ടും ശരിയല്ല, ഞാൻ വിളിക്കാൻ. പിന്നെ എന്റെ ഫോൺ സത്യം പറഞ്ഞ കോണ്ടാക്ട് ചെയ്യാനോ സത്യം പറഞ്ഞ ബാലൻസോ ഇല്ല ഫോണില്, അങ്ങോട്ട് വിളിക്കാൻ പറ്റില്ല. റീചാർജ് ചെയ്യാറില്ലായിരുന്നു, ഓൺലി വാലിഡിറ്റി പ്ലാൻ മാത്രം. പറയുമ്പോ താല്പര്യമായിരിക്കും. ഒരു നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, നിങ്ങൾ എങ്ങനെ വന്നാലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ഇടയിൽ എന്ത് സ്ട്രഗിൾസ്, ഹേർഡിൽസ് വന്നു കഴിഞ്ഞാലും നിങ്ങള്, കാരണം യു ആർ ദാറ്റ് പ്രൈം എക്സാമ്പിൾ ഓഫ് ഒരു ഫാമിലിന്ന് ഒരാള് എന്താണ് CA ആയിട്ട് ഫാമിലി കഴിച്ചിലാവാൻ പോണ സ്റ്റോറീസ് ഒരുപാട് പേര് നിങ്ങൾക്ക് പേഴ്സണലി പരിചയമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ അതിന്റെ എക്സ്ട്രീമില് പെട്ട ഒരാളാണ്. ഞാൻ നിങ്ങളെ മാർക്സ് ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോട് ബൂത്ത് ഗ്രൂപ്പ് എഴുതണമെന്ന് ചോദിച്ച ആളെ മാർക്സ് ആണ്. കുറെ ഈ സെഷനിലും കുറെ വരണോന്ന് ചോദിച്ച ടൈപ്പ് ആളാണ്. ഞാൻ സംസാരിച്ചാൽ ചിലപ്പോ അബദ്ധാവുന്നൊക്കെ പറഞ്ഞ്
അക്കൗണ്ട്സിൽ 64, ലോയില് 58, ടാക്സിൽ 69, അഗ്രിഗേറ്റ് 191, കോസ്റ്റിംഗിൽ 78, ഓഡിറ്റിംഗിൽ 44, FM 56, ഗ്രൂപ്പ് 2 അഗ്രിഗേറ്റ് 178, അങ്ങനെ ടോട്ടൽ 369 മാർക്സ്. ഏതായാലും സുജിത് ഭായ്, എനിക്ക് ഒരു സന്തോഷമുള്ള ഫാക്ട് എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും മാഷാഅല്ലാഹ് എന്നെക്കാൾ എന്തായാലും നല്ല മാർക്സ് ഉണ്ടാവും. കാരണം ഞാനൊക്കെ ജസ്റ്റ് പാസ് ആയതാണ്. അപ്പൊ നമ്മള് ഞാൻ വ്യത്യാസമായിട്ട് സാർ എഴുതിയത് എങ്ങനെ എഴുതിയിരിക്കുന്ന മാർക്ക് കിട്ടിയ എന്നുവെച്ചാൽ സാർ പറഞ്ഞ പോയിന്റ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. സാറിന് മെറ്റീരിയൽ മാത്രം ഫോളോ ചെയ്തു. മെറ്റീരിയൽ ക്വസ്റ്റ്യൻ മാത്രം വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളൂ. പ്രൊഫഷൻ നോക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ക്വസ്റ്റ്യൻ മൊത്തം സാറിന്റെ മെറ്റീരിയലാണ് ഞാൻ നോക്കിയത്. ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തു. ഐസിഎന്റെ ക്വസ്റ്റ്യൻ മൊത്തം വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ അതർ ലോ കുറച്ചും കൂടി ബെറ്റർ ആയി നോക്കി. അതർ ലോയിൽ കുറച്ച് മക പഠിക്കുന്ന സാധനങ്ങളെല്ലാം മകപ്പായിട്ട് പഠിച്ചു. ചിലത് വന്നു അതേപോലെ തന്നെ. അപ്പോ അതങ്ങനെ എഴുതി കൊടുത്തു. പിന്നെ MCQ കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മൈ സബ്ജക്ട് സുജിത് ഭായ്. അങ്ങനെ നിങ്ങൾക്ക് ലോയിൽ നല്ല മാർക്ക് ഉണ്ട് എന്നുള്ള മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും അത്യാവശ്യം നല്ല അടിപൊളി മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിലും ടാക്സിലും എക്സംഷൻ ഉണ്ട്. ഞാൻ ഡയറക്റ്റ് സ്റ്റുഡന്റ് സാറിന് ഞാൻ ഫസ്റ്റ് സാറിന് മീറ്റ് ചെയ്താൽ ഇപ്പോഴും ഓർമ്മ. ഫസ്റ്റിലെ സാറിനെ വിളിച്ചു, സ്റ്റേജിന് മുകളിൽ കയറി. അപ്പോ അന്ന് സ്റ്റേജിലുള്ള നല്ലൊരാളായിരുന്നു. അപ്പൊ സാറ് പിന്നെ എന്നെ മനസ്സിലാക്കി തോന്നുന്നു എനിക്ക്. അതിനോണ്ട് സാറിന് അത്ര പിന്നെ എപ്പോഴും സാർ മൈൻഡാക്കും, എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതൊരു പോസിറ്റീവ് സാറിന് കിട്ടിയ. അപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിനോടൊന്നും സാറിന് ഞാൻ പേഴ്സണലി മെസ്സേജ് പറഞ്ഞത് തന്നെ. പിന്നെ സാറ് പറഞ്ഞോണ്ട് ലൈവിന് വന്നത് എന്നുവെച്ചാൽ സാറ് പറഞ്ഞൊരു വാക്ക് എനിക്ക് സ്ട്രൈക്ക് ആയിട്ടുണ്ട്, ചില വാക്കുകളെല്ലാം. അപ്പോൾ സാറിനിപ്പോ എന്നെ കൊണ്ട് പറയിച്ചെന്തെങ്കിലും ഒരു വാക്ക് സ്ട്രൈക്ക് ആയാൽ ആരെങ്കിലും പറ്റിയാൽ വോട്ട് എഴുതാൻ പറ്റിയാൽ അത് ഉപകാരമായിരിക്കും. എന്നുവെച്ചാൽ കുറെ ആൾക്കാരുണ്ട് എന്നെ പോലെ പാവപ്പെട്ട കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാർ. വോട്ട് എഴുതണം, എന്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് കുറെ ആൾക്കാർ. വോട്ട് എഴുതണ ഒരു മൈൻഡില് ഞാൻ വരെ വോട്ട് എഴുതണ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് മൊമെന്റ് എല്ലാരും പറഞ്ഞ് എഴുതിയതാ. എഴുതിയോണ്ട് കഴിച്ചിട്ട് ഇപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. പഠിക്കട്ടില്ല, അത്യാവശ്യം പഠിക്കട്ടില്ല, മതിയാ കെട്ടി. നിങ്ങള് എങ്ങനെ ആർട്ടിക്കിൾഷിപ്പും പ്ലാനൊക്കെ എങ്ങനെയാണ് സുജിത് ഭായ്? തീരുമാനിച്ചു സാറാ. ഞാൻ പണ്ട് പ്ലാൻ ചെയ്തായിരുന്നു. അതായത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നും കുഴപ്പമില്ല. ആ പ്ലാനുമായിട്ട് സാറിന് സംസാരിക്കണം എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ വരും നമ്മളെന്തായാലും മീറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും വളാഞ്ചേരിയാണെങ്കിലും ഞാൻ വരുന്നുണ്ട്. ഈ മന്ത് ലാസ്റ്റ് ഒരു 10 ദിവസം അവിടെ ഉണ്ടാവും. ഞാൻ അതല്ലെങ്കിലും കോഴിക്കോടൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളെന്തായാലും ഒന്ന് മീറ്റ് ചെയ്യണം. ഞാൻ വരും സാർ. എന്തായാലും സാറിന് കാണും. സാറ് കണ്ടിട്ടില്ല, ആരെ കാണാം. പാക്കേജ് മൊത്തം കാണുന്നുണ്ട്. പിന്നെ ഇപ്പൊ ജോലി തിരക്കാണ് പറ്റുന്നത്. ജോലി തിരക്കല്ല, ഞാനായിട്ട് പോവാ. മനസ്സിലായി. ഓക്കെ സുജിത് ഭായ്, വാസ് നൈസ്, വണ്ടർഫുൾ ടു ഹാവ് യു ഹിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോ മെയ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട്? മൂർത്ത് എഴുതാൻ പറയാൻ സാർ. ഞാൻ ഇത്രേ പറയാം. സാറ് ചിലപ്പോ പേടിയാവും കുറെ ആൾക്കാർക്ക്. അപ്പൊ ഞാനൊരു പേടിച്ചുണ്ടായ ആളാ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാം. ഞാൻ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പുതുക്കാൻ വെച്ചിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടിയായിട്ട് അങ്ങനെയല്ല, ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്റെ മൈൻഡ് സെറ്റ് വേറെ മൈൻഡിലേക്ക് പോയി. എന്നുവെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി, ഫസ്റ്റ് ഗ്രൂപ്പിൽ ടാക്സ് ഉള്ളതുകൊണ്ട് പേടിയായി. അമെന്റ്മെന്റ് വന്നാൽ പിന്നെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാനോ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഫസ്റ്റ് ഗ്രൂപ്പ് സെറ്റാക്കി പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. സാറ് പറഞ്ഞുകൊണ്ട് എന്തായാലും സാറ് പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുന്നുണ്ടെങ്കിൽ പാസ്സാൻ ഉറപ്പാണ്. അപ്പൊ അതൊക്കെ ഉറപ്പില്ല. ലോ ഫസ്റ്റ് ടൈമാണ് ലോ എഴുതുന്നത്. ഞാൻ ഇതൊരു ലോ എഴുതിയിട്ടില്ല എക്സാമിന്. അല്ല, ഫൗണ്ടേഷന്റെ കുട്ടികൾ എന്റെ ഫ്രണ്ട്സിനും കുറെ പറഞ്ഞു ലോ കുറച്ച് ടഫാണ്, അത് ഉറപ്പില്ല, ലോ മാത്രം കൂട്ടുന്ന ആൾക്കാരുണ്ട്. ബാക്കിയൊക്കെ സിമ്പിൾ ആണെന്നല്ല, എന്നാലും ബാക്കി ഞങ്ങൾക്ക് പഠിക്കണം എങ്ങനെ പോലും അറിയാം. ലോ അങ്ങനെ പഠിക്കണം പോലും അറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ സാറേ പറഞ്ഞോണ്ട് പിന്നെ എന്തായാലും പോകാനൊന്നുമില്ല. കയ്യിൽ ബോത്തിന് എഴുതി പോകണം, പോട്ടെ പോകാനും മതിയാക്കാത്തൊരു ആ ഒരു മൈൻഡ്. സാറ് പറഞ്ഞ് ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് അയക്കണം എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റാണ് ഞാൻ എടുത്ത സത്യം പറഞ്ഞാൽ. അത്ര എക്സാമിൽ കുറെ പാളിപ്പോയായിരുന്നു. സ്വാഭാവികമായി തോന്നി എനിക്ക്. സാറ് പറഞ്ഞ പോലെ എല്ലാവരും മനസ്സിലാണല്ലോ. പിന്നെ എല്ലാവരും പേടി പറഞ്ഞാൽ മൊത്തം കവർ ചെയ്യാൻ പറ്റുമോ, പിന്നെ റിവിഷൻ ചെയ്യാൻ പറ്റുമോ. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ 1 ദിവസം കൊണ്ട് എങ്ങനെ റിവിഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഒരു കൺസേൺ ഉണ്ട് എല്ലാവർക്കും. മാത്രം എന്താ ഇങ്ങനെ അതിന് എങ്ങനെ മറുപടി പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മാത്രം നമ്മൾ സ്റ്റഡിയിൽ പഠിക്കുന്ന പത്തിയിൽ പഠിച്ച വരും സാധനം. എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു, ഇപ്പൊ പഠിച്ച സാധനം സ്റ്റഡിയിൽ പഠിച്ച സാധനം എക്സാം സമയത്ത് എന്തായാലും എക്സാം ഹോൾ കയറുമ്പോൾ കിട്ടും എനിക്ക്. അത് നീ റിവേഴ്സ് ചെയ്തിട്ടല്ല, അത് വരും എങ്ങനെയെങ്കിലും ദൈവം കൊടുത്തു തരും എന്ന് പറഞ്ഞ തന്നായിരുന്നു കുറെ കാര്യങ്ങള്. എന്താ പറയണ്ട അറിയില്ല.
സാറേ. അപ്പൊ ബോത്തിന് എഴുതാൻ ഒരു അഭിപ്രായം പറഞ്ഞു ഈ അറ്റംപ്റ്റ്. സമയമില്ല, സമയം കുറവായി തോന്നും. അതും സമയം ഫാക്ടറല്ല. 2 മാസം കൊണ്ട് പണ്ട് കുറെ ആൾക്കാർ എഴുതിയത്. ഞങ്ങൾ അറ്റംപ്റ്റ് മാത്രമേ കുറച്ച് സമയം കൂടുതൽ കിട്ടിയുള്ളൂ. അപ്പോ അങ്ങനെ ചിന്തിച്ച് ഞങ്ങൾ അറ്റംപ്റ്റ് കമ്പയർ ചെയ്യാതെ ബാക്കിയുള്ള അറ്റംപ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഇപ്രാവശ്യം ബോത്ത് എഴുതണമെന്ന് എന്റെ അഭിപ്രായം. എല്ലാവരും എന്നുവെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എല്ലാവരും പഠിച്ചിട്ടുണ്ട് സാർക്ക്. സെക്കൻഡ് ഗ്രൂപ്പ് പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് കയറുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് എന്തായാലും കിട്ടും. കാരണം ഭയങ്കര ഓവർ കോൺഫിഡൻസ് പറയല്ല, പഠിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അല്ല, CA എക്സാംസ് ഒരിക്കലും നമുക്ക് 100% നമുക്കൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടി പോയി എഴുതാന്നുള്ള സംഭവം ആരും പ്രതീക്ഷിക്കണ്ട. സോ നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പിയർ ചെയ്യാം. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല എവിടെ നിന്നാണ് നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാന്നുള്ളതും. പല സിറ്റുവേഷൻസിൽ ഇപ്പൊ ക്യാരി ഫോർവേഡ് നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് മാർക്സ് ഇങ്ങോട്ട് കയറി വരും. ഞാനൊക്കെ അങ്ങനെ പാസ്സായ ആളാണ്. നിങ്ങൾ പറഞ്ഞ പോയിന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടും തന്നെ എനിക്ക് ഓർമ്മയില്ല. അതായത് ഒരു ഗ്രൂപ്പ് നിങ്ങൾ എന്തായാലും പാസ്സാവാൻ ഉറപ്പാണെങ്കിൽ ഒരു ഗ്രൂപ്പിലേക്ക് ഒതുക്കിക്കോളി എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതല്ലാത്ത സിറ്റുവേഷനിൽ ഇങ്ങനെ പിന്നെ ചോദിക്കായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതണോ സെക്കൻഡ് ഗ്രൂപ്പ് എഴുതണോ. അങ്ങനെ സാറ് പറഞ്ഞു എനിക്ക് അത്രേ പറ്റുന്നത് മാത്രം ഫസ്റ്റ് ഗ്രൂപ്പിൽ ഒതുക്കിയാൽ മതി. എന്നാലും ഞാൻ അതിന്റെ പോസ്റ്റിംഗ് എക്സാംസിന് വേണ്ടി ട്രൈ ചെയ്തായിരുന്നു. പിന്നെ എന്തോ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും കോൺഫിഡൻസ് കിട്ടൂല. ഞാൻ റിസൾട്ട് വരുന്ന തലേദിവസം വരെ ഉറപ്പില്ലായിരുന്നു. ഞാൻ പഠിക്കാൻ തുടങ്ങിയായിരുന്നു സത്യം പറഞ്ഞ. സെക്കൻഡ് ഗ്രൂപ്പ് ഒന്ന് പഠിച്ചു തുടങ്ങിയായിരുന്നു. പോസ്റ്റിംഗ് മാത്രം ഒരു ചെറിയ ഹോപ്പ് ഉണ്ടായിരുന്നു എക്സാംസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓഡിറ്റിങ്ങും എപ്പോ വന്ന് നോക്കാൻ വെച്ച് ജസ്റ്റ് തുടങ്ങണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, വീട്ടിലിരുന്ന് പഠിക്കേണ്ട രീതിയായിരുന്നു. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകണം തോന്നി, അന്തരീക്ഷം സെറ്റ് ആകണമെന്ന് തോന്നി. തുടങ്ങിയായിരുന്നു ജസ്റ്റ്. റിസൾട്ട് ഒന്നാട് കുഴപ്പമില്ല, ദൈവത്തിന്റെ ഇതില് സെറ്റായി. അപ്പോ ഇപ്പൊ എനിക്ക് പേഴ്സണലി പറയാൻ വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് തന്നെ, എന്റെ എക്സാം സെന്ററിൽ നിന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, എന്റെ ഫ്രണ്ട് ആയിരുന്നു. അവൻ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് ഡ്രോപ്പ് ആയത്. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പിൽ ക്യാരി ഫോർവേഡ് ചെയ്യാൻ മാർക്ക് കിട്ടൂല. സെക്കൻഡ് ഗ്രൂപ്പ് എന്തായാലും 40 പാസ് ആവും. അപ്പോ നോക്കിയിട്ട് കാര്യമില്ല, ഒഴിവാക്കാം, റിലീഫ് ആയിട്ട് ഫ്രീ ആയിട്ട് എഴുതാം. ആ ഒരു മൈൻഡിലാണ് എക്സാം എഴുതിയത്. അപ്പോ ഞാൻ പേര് പറയുന്നില്ല. എന്നിട്ട് ഓന് കിട്ടി, രണ്ടും കിട്ടിയില്ല. എന്നുവെച്ചാൽ ഒന്നുമില്ലെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് 3 പേപ്പറും എനിക്ക് പൊതുവെ ടഫായി സാറേ. അക്കൗണ്ട്സ്, ലോയും ടാക്സും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല എഴുതി. ഞാൻ കുറച്ച് മാർക്ക് കിട്ടാൻ വേണ്ടി എഴുതിയ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. സാർ പറഞ്ഞ 100 മാർക്ക് എഴുതാൻ പറ്റിയിട്ടില്ല കുറെ പേപ്പറിൽ. അതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എന്താ അവസ്ഥ അറിയില്ല. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് പിന്നെ പോസ്റ്റിങ്ങിന് പേപ്പർ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാറ് പറഞ്ഞ ആ മാജിക്. പോസ്റ്റിംഗ് പേപ്പർ അത്രയും സിമ്പിളായിരുന്നു എനിക്ക് തോന്നിപ്പോയി. എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെ ഡിക്റ്റോ എന്ന് തോന്നി. 2 ക്വസ്റ്റ്യൻസ് ഞാൻ സ്ഥലത്ത് നോക്കിയായിരുന്നു. അത് തന്നെയായിരുന്നു കമ്പൽസറി ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയത്. അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റി. പോസ്റ്റിംഗ് കോൺഫിഡൻസ് തന്നു. പിന്നെ ഓഡിറ്റിംഗ് പഠിച്ചു. സെക്കൻഡ് ഗ്രൂപ്പ് കിട്ടട്ടെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും എക്സ്പെക്ടേഷൻ വെച്ചില്ല ഏതിനും. മൊത്തം എല്ലാം ഒരേ ലെവലിൽ എഴുതി. പിന്നെ പണ്ടെന്ത് പഠിച്ചു ഇപ്പൊ എന്ത് പഠിക്കണം എന്ന് ചിന്തിച്ചില്ല. എന്തായാലും എഴുതാം, അവസാനത്തെ അറ്റൻഡ് ആണ്, ആരും മൈൻഡ് എഴുതി. പിന്നെ എന്റെ ഫ്രണ്ട്സ് എനിക്ക് വളരെ നന്ദി പറയണ്ടേ. സാറിനോടും പറഞ്ഞു, എന്റെ ഫ്രണ്ട്സിനോടും. പാസ്റ്റോളി ഞാൻ പഠിച്ചത്, പാസ്റ്റോളിച്ച എന്റെ കൂടെ ഉണ്ടായ എല്ലാ ഫ്രണ്ട്സും എന്റെ സാറുമാരും അവർ സ്റ്റഡി ചെയ്യാൻ പറ്റുമല്ലോ സാർ. അപ്പൊ അവരെല്ലാം ഹെൽപ്പ് ചെയ്ത ഒരു മാർക്കില്ല എന്നുവെച്ചാൽ തെറ്റായിരുന്നു. ഒരിക്കലും വീട്ടിലിരുന്ന് പറ്റില്ല, ഞാൻ മനസ്സിലാക്കിയതാ. അത് എത്ര ഡിഫറൻസ് ഉണ്ടെങ്കിലും അന്തരീക്ഷം കിട്ടൂല. ശ്രീജിത് ഭായ്, നമ്മൾ ഡെഫിനറ്റ്ലി പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യണം. മീറ്റ് ചെയ്യുമ്പോ ഇൻഷാ അള്ളാ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രീറ്റ് തരും. അത് എന്റെ ഒരു സന്തോഷത്തിന്. എന്നിട്ട് നിങ്ങള് വാട്ട് എവർ ഹാപ്പൻസ്, എന്തൊക്കെ സ്ട്രഗിൾസ് വന്നു കഴിഞ്ഞാലും നമ്മളെ കോൺടാക്ട് കീപ്പ് ചെയ്യുക. CA ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ ട്രീറ്റ് വാങ്ങും. ഇപ്പൊ തന്നെ തരാൻ ഇല്ല. ട്രീറ്റ് എന്താ എന്നെ പോസ്റ്റ് ക്ലിയർ ആക്കാൻ എനിക്കിപ്പോ അത് പറഞ്ഞാൽ റിലീഫ് ഉണ്ട്. ഇപ്പൊ ഇനി അടുത്ത ക്ലാസ് പർച്ചേസ് ചെയ്യണ്ട, സെക്കൻഡ് ഗ്രൂപ്പ് ഒന്നും നോക്കണ്ട, അത്ര ലാഭം ഉണ്ടാകും പറഞ്ഞു. ഇപ്പൊ അത് പറയണ്ട തന്നെ ഞാൻ പറഞ്ഞാൽ മറക്കൂല. എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ബോത്ത് എഴുതണം എന്ന് പറഞ്ഞു തരാം. ഏത് പേപ്പറാ നമുക്ക് കിട്ടാൻ പറയാൻ പറ്റില്ല. ഒന്നുമില്ല ഒരു എക്സാം കിട്ടിപ്പോ ഏതെങ്കിലും ഒരു പേപ്പറിൽ. ഇപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി ഫസ്റ്റ് ഗ്രൂപ്പ് കിട്ടായിരിക്കുമ്പോ പ്രത്യേകിച്ച് ഞങ്ങളെ അറ്റംപ്റ്റില് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നും കിട്ടിയില്ല അറിയുമ്പോ ഭയങ്കര വിഷമം സാർ. താങ്ക് യു ശ്രീജിത് ഭായ്. നമ്മൾ ഡെഫിനറ്റ്ലി എന്തായാലും മീറ്റ് ചെയ്യാം, നേരിട്ട് മീറ്റ് ചെയ്യാം എന്തായാലും. ഇറ്റ് വാസ് നൈസ് ടു ഹാവ് യു ഹിയർ. നിങ്ങൾക്ക് അറിയാത്തോണ്ടാ ശ്രീജിത് ഭായ്. നല്ല
നിങ്ങൾക്ക് ലൈക്ക് ഓക്കെ വേറെ സാറേ. ഒരു സ്റ്റുഡന്റിനും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു മെസ്സേജ് നിങ്ങൾക്ക് ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ഇറ്റ് വാസ് നൈസ്. അതറിയില്ല സാറേ. ഇത് സ്റ്റോറി കുറച്ച് ഡിഫറെന്റ് ആണ്. പറയാനുണ്ട്. സാറിന് ഇപ്പൊ നിർത്താൻ പറ്റില്ല. എനിക്ക് ബാക്കി കുറെ ആൾക്കാരുണ്ട് സാർ, ഞാൻ മാത്രമല്ലല്ലോ. എന്നെക്കാൾ നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടിപ്സ് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ അവരും കൂടി സാർ ഇതായി. നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ സാറേ. ഞാൻ ജസ്റ്റ് ഒന്ന് ദേവി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ. എനിക്ക് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം എനിക്ക് ഉണ്ണിനെ എന്റെ ഫോണിൽ കാണുന്നില്ല, പക്ഷെ വേറെ ഫോണിൽ നോക്കുമ്പോൾ 4 ആൾക്കാരുണ്ട്. എന്റെ ഫോണിൽ 3 ആൾക്കാരേ ഉള്ളൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഉണ്ണിനെ കാണുന്നുണ്ടോ? ഉണ്ണി ഇപ്പൊ സെഷനിൽ ഉണ്ടോ? ഉണ്ട്, സെറ്റ് ആണ്. ഓക്കെ. അപ്പോ ഉണ്ണി, നൈസ് ടു ഹാവ് യു ഹിയർ. ഞാൻ പാരലൽ എനിക്ക് വേറെ ഫോണിൽ നിങ്ങൾ കാണുന്നുണ്ട്, എന്റെ കാണുന്നില്ല. നിങ്ങൾ എന്തോ എവിടെക്കോ ട്രാവൽ ചെയ്യണം പറഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് സെഷന് നിങ്ങളെ ചാൻസ് തരണം റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. എന്തൊക്കെയോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇതായി പോയി. ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കുറെ തവണ കേറി നോക്കി, എന്നിട്ട് ഇപ്പോഴാണ് റെഡി ആയത്. അപ്ഡേറ്റഡ് ആയിരുന്നോ? അപ്ഡേറ്റ് ചെയ്തായിരുന്നു, എന്തോ പ്രശ്നം. ഇത് വരാറുണ്ട് സാധാരണ, എപ്പോഴും അലം പിടിച്ച് വരാറുണ്ട് എന്തെങ്കിലും കൺസേൺ ഇൻസ്റ്റയില് ലൈവില്. കുറെ നാൾ കൂടി ഇപ്പൊ ഈ പരിപാടിക്ക് വേണ്ടിയാ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത് ഇൻസ്റ്റാഗ്രാം. അപ്പൊ അതിന്റെ നല്ല കാര്യം. ഞാൻ സജസ്റ്റ് ചെയ്യാം ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഡിലീറ്റ് ചെയ്യാം. ഞാനും അതന്നെ ചെയ്യല കേട്ടോ. നല്ല കാര്യം. അൺലെസ് നിങ്ങൾ അത്രയും ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബിസിനസ്സോ പ്രൊഫഷനോ അതിൽ പ്രൊമോട്ട് ചെയ്യാനുണ്ട്, ഒന്നും ചെയ്യാനില്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കിട്ടാനില്ല അതിന്ന്. ഉണ്ണി, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങളെ മാർക്സ് ഇവിടെ ഒന്ന് നിങ്ങളൊന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. then I'll hand over the session to you. ഉണ്ണി അഗെയിൻ സക്സസ്ഫുൾ വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്നാട്ടോ. ഫോർ പീപ്പിൾ ഹു ഡസന്റ് നോ അത് എങ്ങനെ അപ്പിയർ ചെയ്യുക എന്നുള്ളത് മാർക്ക് ലിസ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി കാണിക്കും. സക്സസ്ഫുൾ വിത്ത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ട് 70% മാർക്സ് അബവ് കിട്ടുമ്പോഴാണ് 70% കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള ഓപ്ഷൻ വരാറ്. അക്കൗണ്ട്സിൽ 81, ലോയിൽ 64, ടാക്സിൽ 68. എല്ലാ പേപ്പറിലും എക്സംഷൻ. വെയിറ്റ് എ മിനിറ്റ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ മാത്രമല്ല, ബോത്ത് ഗ്രൂപ്പിലും എല്ലാ പേപ്പറിലും എക്സംഷൻ. സോ ദിസ് ഇസ് ലൈക്ക് ഓക്കെ. ഫസ്റ്റ് ഗ്രൂപ്പിൽ 213, സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ 86, ഓഡിറ്റിംഗിൽ 69, FM 76, സെക്കൻഡ് ഗ്രൂപ്പ് 231, അഗ്രിഗേറ്റ് 444. അമേസിംഗ് മാർക്സ് ഉണ്ണി. 444 എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് ഇപ്രാവശ്യത്തെ ഓൾ ഇന്ത്യ റാങ്ക് 50 അടിച്ചത് 447 ആണ്. അപ്പോൾ 444 എന്ന് പറഞ്ഞാൽ യു ആർ ലൈക്ക് 3 മാർക്സ് ലെസ് ടു ഓൾ ഇന്ത്യ റാങ്ക്. മേ ബി ആ 50 എന്നുള്ളത് ഓൾ ഇന്ത്യ റാങ്ക് 60 ഒക്കെ ഐ സി ഇട്ടിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ റാങ്കിന്റെ സെഷനിൽ വരും. ബട്ട് യെസ്, അൾട്ടിമേറ്റ്ലി റാങ്ക് ഡസന്റ് മാറ്റർ. ബട്ട് ഒരു രക്ഷയില്ലാത്ത മാർക്സ് ആട്ടെ. ഐ എം റിയലി ഇംപ്രസ്ഡ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഇഫ് ഐ എം നോട്ട് റോങ്, ജസ്റ്റ് ഒന്ന് കൺഫേം ആക്കട്ടെ, നിങ്ങൾ തന്നെയല്ലേ സെയിം പേഴ്സൺ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് കിടന്നുറങ്ങും, എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ പൊക്കും? ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല സാറിന് ക്ലാസ്സിൽ. ഓ മാറിപ്പോയി. സോറി എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. ഓക്കെ ഓക്കെ. ഉണ്ണി ഫൗണ്ടേഷനിൽ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. അതെ ഫൗണ്ടേഷനിലും ഇന്റർലും ട്രിപ്പിൾ ആയി കൊച്ചി. ഓക്കെ, അമേസിംഗ്. യെസ്, സെഷൻ ഇസ് യുവേഴ്സ്. പറയൂ, എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്? ബദാം അങ്ങനെ ഫുഡിലെ കാര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാന് ഫോളോ ചെയ്ത അതെ മനസ്സിലായി. ഫോളോ ചെയ്ത ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ സ്ലീപ്പ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോഴും എല്ലാവരും ഇങ്ങനെ സ്ലീപ്പ് ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ കുറെ കണ്ടന്റ് ഒക്കെ കണ്ടിട്ട് ക്ലാസ് ഉള്ളപ്പോഴാണെങ്കിലും എപ്പോഴും ഞാനൊരു 7 to 8 hours സ്ലീപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ അത് എനിക്ക് തോന്നുന്നു എനിക്കത് ക്ലാസ്സിലും അങ്ങനെ ഉറക്കം വരാതിരുന്നിട്ടുണ്ട് എപ്പോഴും. ഇപ്പൊ തിയറി സബ്ജക്ട്സിനൊക്കെ ഉറക്കം വരുന്നത് സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഓഡിറ്റിംഗും ലോയും ഒക്കെ. അപ്പൊ പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ സാറ് തന്നെ എക്സാമ്പിളൊക്കെ പറഞ്ഞ് വെടിയൊക്കെ വെച്ച് നമ്മളെ എണ്ണിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആ ഒരു ഉറക്കം ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ അത് തന്നെ ഞാൻ എക്സാം ടൈമിലും ഒരു 6 hours എന്തായാലും ഉറങ്ങിയിട്ടുണ്ട് അതും. അപ്പോ അതുകൊണ്ട് എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ പഠിച്ചത് എഫേർട്ട് ഇട്ടത് ഒരു മേ ബി ഒരു 70-80% ആണ് വന്നിട്ടുള്ളൂ. പക്ഷെ ആ എക്സാമിന് എനിക്കൊരു 100% എഫേർട്ട് ഇടാം. ആ എക്സാം എഴുതിയപ്പോ എനിക്ക് എന്റെ 100% ഇടാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ കാരണം. പിന്നെ ഇങ്ങനെ പഠിക്കുമ്പോ ഒക്കെ ആദ്യം ഒരു നമ്മൾ സ്റ്റഡി ലീവ് തുടങ്ങിയപ്പോ തന്നെ ഒരു ടൈം ടേബിൾ, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി. എന്നിട്ട് അത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഷെഡ്യൂൾ ആയിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും എവിടെന്നെങ്കിലും ഒക്കെ പാളിപ്പോകുമെന്ന് അറിയാറുണ്ട്. അപ്പൊ പിന്നെ ടൈറ്റ് ആയിട്ട് ഉണ്ടാക്കി. പിന്നെ ഇടയ്ക്കൊന്ന് പാളിപ്പോയി, അതിൽ നിന്ന് പോന്നു. അപ്പൊ പക്ഷെ ഒരു ദിവസം വിഷമിച്ചു, പഠിത്തം മോശമാണെന്ന് വിചാരിച്ച് വിഷമിച്ചു.
പിന്നെ ആ ഒരു ദിവസം ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിച്ച് വേറൊരു ദിവസം വിഷമിച്ചു. അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെയും പെട്ടെന്ന് തന്നെ ആ ട്രാക്കിലോട്ട് കയറി ആ ഒരു എങ്ങനെയോ തീർത്തു ആ ഒരു ഇത്. പക്ഷെ അപ്പോഴും നമുക്ക് കുറെയൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പിന്നെ അവസാനമായപ്പോ ഇങ്ങനെ എഴുതി വായിച്ചു വന്നു. എക്സ്പെക്ട് ചെയ്തിരുന്നോ പാസ്സാവും എന്നുള്ളത്? പാസ്സാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അത് അങ്ങനെ ഫെയിൽ ആവുന്ന ഒരു ചിന്ത ഇതുവരെ മനസ്സിലോട്ട് കേറ്റിയിട്ടില്ല ഞാൻ. ഫെയിൽ ആയ എന്ത്, അങ്ങനെ ഒരു ചിന്ത ഇതുവരെ ആലോചിച്ചില്ല. പാസ്സാവും എന്ന് വിചാരിച്ചു തന്നെയാണ് പഠിച്ചതും എക്സാം എഴുതിയതും. അങ്ങനെ ഫൈനലും അങ്ങനെ തന്നെ ആവട്ടെ. ക്രൂഷ്യൽ ഫാക്ടറാണ്. നമ്മള് എന്താ സംഭവിക്കുക, കിട്ടിയില്ലെങ്കിലോ അങ്ങനത്തെ ചിന്ത വരാനേ പാടില്ല. വിഷ്വലൈസ് ചെയ്യുക, അച്ചീവ് ചെയ്യും എന്നുള്ളത് അതന്നെ ഹാഫ് ഡൺ ആണ്. ആൻഡ് ഇത് നമ്മളെ സെഷനിൽ മുന്നേ ആരോ പറഞ്ഞ സംഭവമാണ്, സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. എനിക്കറിയണ പേഴ്സണലി കുറച്ചുള്ള കുറെ പേര് ആ ലാസ്റ്റ് മൊമെന്റിൽ കുറെ റെഡ് ബുൾ ഒക്കെ കുടിച്ച് ഉറക്കൊഴിച്ചിരുന്നാണ്ട് എക്സാംസ് അപ്പിയർ ചെയ്യാൻ നോക്കും. നമ്മൾ ആ ലാസ്റ്റത്തെ ഫ്യൂ ഡേയ്സ് എത്ര തലകുത്തി മറിഞ്ഞാലും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. നമ്മൾ അതുവരെ പഠിച്ച പാറ്റേണും കൺസിസ്റ്റൻസിയാണ് ആഡ് ഓൺ ചെയ്യുന്നത്. യെസ്, ലാസ്റ്റ് മൊമെന്റിൽ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ഏറ്റവും ക്രൂഷ്യൽ. ആ സമയത്ത് കുഴപ്പമില്ല, മൊത്തം പോവുകയും ചെയ്യും. പക്ഷെ സ്ലീപ്പിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ വേണ്ട. ബാക്കി ഡിസ്ട്രാക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ടൈം സേവ് ചെയ്യാൻ നോക്കുക. യെസ് ഉണ്ണി, സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാ പേപ്പറിലും നിങ്ങൾ ടോപ്പറാണ്, എക്സ്പേർട്ട് ആണ്, എക്സംഷൻ ഉണ്ട്. സോ ഇഫ് യു കുഡ് ഷെയർ സം ടിപ്സ് പേപ്പർ വൈസ്. എനിക്ക് എല്ലാത്തിലും എനിക്ക് പറ്റുന്നത്ര മാക്സിമം മാർക്സ് മേടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഒന്നിനും ഒരു സബ്ജക്റ്റിന് കൂടുതൽ മേടിക്കണം അല്ലെങ്കിൽ ഫുള്ള് മേടിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും പറ്റുന്നത്ര മാക്സിമം മാർക്സ് മേടിക്കണം എന്നായിരുന്നു. അപ്പോ അതിന് ഞാൻ എല്ലാത്തിനും തന്നെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷെ എനിക്കിപ്പോ കുറച്ച് പഠിക്കാൻ ഇഷ്ടം, കുറച്ചുകൂടെ പഠിക്കാൻ ഇഷ്ടം പ്രാക്ടിക്കലാണ്. അപ്പോ പ്രാക്ടിക്കലൊക്കെ ആദ്യം അങ്ങ് തീർത്തു. ആ കോൺസെപ്റ്റ്സ് എല്ലാം അങ്ങ് മനസ്സിലാക്കി. അതിന്റെ ഒപ്പം തന്നെ തിയറിയും കുറച്ച് പോന്നു. പിന്നെ തിയറി ഞാൻ കൂടുതൽ അവസാനത്തോടെ വെച്ചപ്പോ എനിക്ക് തോന്നി അതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ച് ഞാൻ തിയറി ലോയും ഓഡിറ്റിങ്ങും ഒക്കെ അവസാനം പകുതി ആദ്യം തീർത്തു. പിന്നെ ബാക്കി പകുതി അവസാനത്തോട്ട് വെച്ച് അങ്ങനെ പഠിച്ച്. പിന്നെ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കുറെ ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി ഇങ്ങനെ. അതായത് ചുമ്മാ എന്റെ മനസ്സിലുള്ള തോന്നലുകളാട്ടോ. 2 മണി തൊട്ട് 5 മണി വരെയാണ് നമ്മൾ എക്സാം എഴുതുന്നത്. അപ്പൊ ആ സമയത്ത് മാക്സിമം ഫോക്കസ്ഡ് ആയിട്ടിരിക്കാനുള്ള ഇത് ഞാനിങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മോക്കൊക്കെ ചെയ്തു നോക്കി. അങ്ങനെ പിന്നെ ഞാൻ ചെയ്തൊരു ഹാബിറ്റ് എന്താന്ന് വെച്ചാൽ RTP MTPs ഒക്കെ ഒരു എന്തെങ്കിലും പഠിച്ച് ബോറടിക്കുവാണെങ്കിൽ വേറൊരു സബ്ജക്റ്റിന്റെ RTP MTP ഇങ്ങനെ വെറുതെ വായിക്കും. എസ്പെഷ്യലി തിയറി സബ്ജക്ട്സ്, ലോയും ഓഡിറ്റും ഒക്കെ, ടാക്സും ഒക്കെ. അപ്പോ അതെനിക്ക് പിന്നെ തോന്നുന്നു ഞാൻ റിവിഷൻ പോലെ അത് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ ഒരു കാര്യം എനിക്ക് സാറിനോടാണ് അതിന് താങ്ക്സ് പറയാനുള്ളത്. സാറ് പറഞ്ഞൊരു മെത്തേഡായിരുന്നു ലോയും തിയറി പഠിക്കാനായിട്ട്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഫോർമുലേറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ നമ്മൾ വായിച്ചു നോക്കുക. ആ ഒരു മെത്തേഡിലാണ് ഞാൻ ലോയും ഓഡിറ്റിങ്ങും പഠിച്ചത് കൂടുതൽ. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കാണുന്നുണ്ട്. സ്പെഷ്യലി ഓഡിറ്റിംഗിലും ദിസ് ടൈം ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്തതായിരുന്നു. നിങ്ങൾക്ക് അതിൽ എക്സംഷൻ ഉണ്ട്, 69 ഉണ്ട്, ലോയിലും 64 ഉണ്ട്. അമേസിംഗ്. ആക്ച്വലി എക്സാം എഴുതിയപ്പോ എനിക്ക് ലോ ആയിരുന്നു കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നു. ലോയ്ക്ക് ഞാൻ 70+ ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ചു. ഓഡിറ്റിങ്ങിന് എക്സംഷൻ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. അപ്പൊ നേരെ ഇങ്ങനെ മാറി മാറി വരും. അപ്പൊ നമ്മള് എക്സാം എഴുതുമ്പോ വിചാരിക്കണ എല്ലാം മാർക്കിൽ വരുന്നേ. നമ്മളായിട്ട് സ്വയം കൺക്ലൂഷനിൽ എത്താൻ പാടില്ല. ഒരു പേപ്പർ ടഫായി കഴിഞ്ഞാലും അത് കാരണം അടുത്ത പേപ്പർ എഴുതാതൊക്കെയാ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഭയങ്കര ഈസി ആയിട്ട് പോയി എന്ന് വെച്ചിട്ട് ഓവർ എക്സൈറ്റഡോ ഉണ്ടാവാൻ പാടില്ല. ICA ആണ്, എന്തു സംഭവിക്കാം. ടാക്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. അപ്പൊ ടാക്സ് സാറിന് എനിക്ക് കട്ടായി പോകുന്നുണ്ട്. അപ്പൊ ടാക്സ് എനിക്ക് ബുദ്ധിമുട്ടായിട്ടാ തോന്നിയത്. അപ്പൊ ഞാൻ സാധാരണ എല്ലാ എക്സാം കഴിയുമ്പോന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് എക്സാം ഹാളിലേക്ക്. അപ്പൊ എക്സാം കഴിഞ്ഞ് ആ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമ്പോ എല്ലാം ഇരുന്ന് ആലോചിക്കും ആ എക്സാം പേപ്പർ എങ്ങനെ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ. ചുമ്മാ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. അത് പറ്റത്തില്ല അത് ചെയ്യാതിരിക്കാൻ. പക്ഷെ എനിക്ക് ടാക്സ് ചെയ്തപ്പോ
എക്സാം എഴുതിയപ്പോ തന്നെ ഞാൻ ടാക്സിന് കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. ക്ലാസ്സിൽ വെച്ച് മാക്സിമം പഠിച്ച് പോയ ഒരു സബ്ജക്ട് ആയിരുന്നു ടാക്സ്. അപ്പൊ ടാക്സിൽ ഞാൻ കുറച്ച് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. അപ്പോ അത് കുറച്ച് എനിക്ക് എക്സാം എഴുതിയപ്പോ പാളിപ്പോയി. അപ്പൊ ഞാൻ ടാക്സ് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല. ടാക്സ് കഴിഞ്ഞു, അടുത്ത് നേരെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുക. അപ്പൊ നമ്മള് അതെനിക്ക് കുറച്ചുകൂടെയും അടുത്ത എക്സാമിന് നല്ല ഇതായിട്ട് തോന്നി. ഞാൻ പാളിപ്പോയി, പക്ഷെ അതിനെക്കുറിച്ച് പിന്നെ ഒന്നും ആലോചിച്ചില്ല. നല്ലതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വെച്ചു, ചീത്ത വന്നതെല്ലാം പോട്ടെ എന്ന് വെച്ചു. ബി പ്രിപ്പയർഡ് ഫോർ ദി വേഴ്സ്. നല്ലോണം നമ്മളെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്ട് ഇടുക, ഓവർ എക്സ്പെക്ടേഷൻസ് വെക്കാതൊക്കെ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നമ്മളെ ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ച ഒരു ക്വയറി അതൊന്ന് അഡ്രസ് ചെയ്യാം. ഓർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അഡ്രസ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ദേവി, ഉണ്ണി, റെനിമ റഹ്മാൻ. ഞാൻ കുറെ കേട്ടിട്ടുണ്ട് സ്ലീപ്ലെസ് നൈറ്റ്സ് എന്നൊക്കെ. അതൊക്കെ കേൾക്കുമ്പോ ഉള്ളിൽ ഇങ്ങനെ തോന്നും സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ വേണം, അത്രയും ഇതാക്കി പഠിക്കണം എന്നൊക്കെ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് എല്ലാരും ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ ഓരോരുത്തരുടെ ചിലർക്ക് അത് വേണ്ടി വരും, ചിലർക്ക് വേണ്ട. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് കുറെ നാളത്തെ ഒരു കാര്യമാണ്. നമ്മൾ പെട്ടെന്ന് സ്ലീപ്ലെസ് നൈറ്റ്സ് ആയിട്ട് പെട്ടെന്ന് പഠിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കുറെ നാള് നമ്മൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ആയി പോയെങ്കിൽ അങ്ങനെ കുഴപ്പമുണ്ടാവില്ല. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് എപ്പോഴും ഉറങ്ങി ശീലിച്ച് അങ്ങനെ വന്നതാണ്ട് എനിക്കും അത് വേണ്ടി വന്നിട്ടില്ല. അത് നമ്മുടെ കാര്യം അനുസരിച്ചിരിക്കും, നമുക്ക് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് വരിക. അതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ റെനിമ, ഞാൻ ജസ്റ്റ് എന്റെ ഒരു വേർഷൻ അതിൽ പറയാം. ഇപ്പോ ഐ ഓൾസോ ഹാഡ് സ്ലീപ്ലെസ് നൈറ്റ്സ് CA-ല്. ദാറ്റ് വാസ് ലൈക്ക് എനിക്ക് ഞാൻ നിന്ന ഹോസ്റ്റലില് രാവിലെ തൊട്ട് രാത്രി വരെ പഠിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒച്ചയും ബഹളം കാരണം ഞാൻ രാവിലെ ഉറങ്ങാറുണ്ടായിരുന്നു, രാത്രി ഇരുന്ന് പഠിക്കുകയായിരുന്നു. ടോട്ടലി എന്റെ ടൈം ടേബിൾ ഷെഡ്യൂളാണ് മാറ്റി. ബട്ട് ഐ മേഡ് ഷുവർ ദാറ്റ് ഐ യൂസ് ടു സ്ലീപ് 6 hours a day. ഓക്കെ, അതൊരു ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട്, CA കോഴ്സിന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മെന്റൽ എഫേർട്ട് ഇടാണ്ട് നമ്മൾ ബ്രെയിനിനെ നമ്മൾ ഓൾമോസ്റ്റ് മാക്സിമം ലെവലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, ഐ പേഴ്സണലി ബിലീവ് ഒരു CAക്ക് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ്, എസ്പെഷ്യലി CA ഫൈനലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇടുന്ന എഫേർട്ടിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ഏകദേശം പാസ്സായി കഴിഞ്ഞിട്ട് ഇപ്പോ 2014 പാസ്സായി, 2025 സംതിങ് 11 years ആയി. ഇപ്പൊ എന്റെ ഫേമില് ഇപ്പൊ CA ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിൾസിനോട് അവരോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയർ ഓഫ് ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ട് അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ അപ്ഡേറ്റഡ് ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഓരോ ഫീൽഡിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും, അവരെല്ലാ സബ്ജക്റ്റും അപ്ഡേറ്റഡ് ആയിരിക്കും. അവർക്ക് കൂടുതൽ റെസ്റ്റ് വേണ്ടി വരും. ഇപ്പൊ ഞാൻ കുറെ അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യരുത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ചിലപ്പോൾ 4-4.5 മണിക്കൂറെ പല ദിവസങ്ങളും ഉറങ്ങാറുള്ളൂ. അത് ചിലപ്പോൾ നമ്മളൊരു വർക്കിന്റെ പിന്നിൽ ഇരിക്കുമ്പോൾ, ആൻഡ് ദോസ് ആർ സച്ച് വർക്ക്സ് ഒരു CA ഫൈനൽ സ്റ്റുഡന്റോ പലപ്പോഴും ഇന്റർ സ്റ്റുഡന്റോ ഇടാൻ മാത്രം അത്രയും ബ്രെയിൻ അപ്ലൈ ചെയ്യേണ്ട വർക്ക് വരാറില്ല. യെസ് ഉണ്ട്, ബട്ട് അത്രയും പ്രഷർ ഇടാറില്ല. നമ്മളിവിടെ ഫീഡ് ചെയ്യാൻ നോക്കുകയാണ്, തലയിൽ കുറെ ഡാറ്റ ഫീഡ് ചെയ്ത് അത് തലേന്ന് നമ്മൾ പുൾ ചെയ്ത് പേപ്പറിൽ ഇടാൻ നോക്കുകയാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ട് പലപ്പോഴും നമുക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. അപ്പോ ഇൻ സച്ച് ഏരിയാസ് ഒരിക്കലും നിങ്ങൾ സ്ലീപ്പ് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബ്രെയിന് പക്ക റെസ്റ്റ്. നമ്മൾ ഈ കൂലിപ്പണിക്കാരൊക്കെ ഉച്ചക്ക് ചോറ് കഴിക്കണ കണ്ടിട്ടുണ്ട്, നമ്മൾ കഴിക്കുന്ന ഡബിൾ ക്വാണ്ടിറ്റി കഴിക്കും. കാരണം എന്താ വെച്ചാൽ അത്രയും കാലറി അവർ ബേൺ ചെയ്യുന്നുണ്ടാവും. നമ്മളിവിടെ ബേൺ ചെയ്യണം നമ്മൾ ബ്രെയിനാണ്. അതിനുള്ള റെസ്റ്റ് നമ്മൾ കൊടുത്തു തന്നെ വേണം. സോ നിങ്ങൾക്ക് സ്ലീപ്ലെസ് നൈറ്റ്സ് ഒക്കെ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ രനിമ അത് വേണ്ട. നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാണ്, നിങ്ങൾ പ്രൊഫഷൻ ബിൽഡ് ചെയ്യാണ്, അങ്ങനത്തെ ഏരിയസിലൊക്കെ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. ഈവൻ എംപ്ലോയ്മെന്റിൽ വരെ ഒരു ലിമിറ്റിനേക്കാൾ കൂടുതൽ അതിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. കാരണം എംപ്ലോയ്മെന്റിൽ യു വർക്കിംഗ് ഫോർ സമ്മൺ എൽസ്. യെസ്, നമുക്ക് ആ വർക്കിനോടുള്ള ഡെഡിക്കേഷൻ വേണം, ബട്ട് നമുക്ക് എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റണം, ഫാമിലി ലൈഫും വർക്ക് ലൈഫും എല്ലാം. നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സ്പെൻഡ് സ്ലീപ്ലെസ് നൈറ്റ്സ് ഫോർ ദാറ്റ്. അതിന് ഡെഫിനറ്റ്ലി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യും. ഞാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ചിലപ്പോൾ 4 മണിക്കൂർ ഉറങ്ങി, ചിലപ്പോൾ ആ വീക്കെൻഡ് ചിലപ്പോൾ കാരഡി ഉറങ്ങണ മാതിരി ഹൈബർനേഷൻ മോഡിൽ പോകും. 12-13 മണിക്കൂർ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. ആൾക്കാർ കണ്ടാൽ തട്ടിപ്പോയി തന്നെ വിചാരിച്ചിട്ടുണ്ടാവും. സോ അത് ഒരിക്കലും പഠിക്കുന്ന സമയത്ത് അത്ര അഡ്വൈസബിൾ അല്ല രനിമ. മേക്ക് ഷുവർ യു ആർ ഗെറ്റിംഗ് 6 hours കണ്ടിന്യൂസ് സ്ലീപ്പ്. യെസ് ഉണ്ണി, ബാക്ക് ടു യു. നിങ്ങൾക്ക് എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് പറയാനുണ്ടോ നമ്മളെ മെയ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനോട്? ആൻഡ് വാട്ട് ഈസ് യുവർ പ്ലാൻസ് റിഗാർഡിംഗ് ആർട്ടിക്കിൾഷിപ്പ്? മെയില് എക്സാം എഴുതുന്നവർ എനിക്ക് പറയാനുള്ളത് പേടിക്കേണ്ട കാര്യമില്ല. ഐ തിങ്ക് പേടിച്ചിട്ട് പോയാൽ നമ്മൾ ആ പേടിക്കുന്നത് തന്നെ നടക്കുന്നതാണ് എന്റെ ഒരു ഇത്. നമ്മൾ പേടിയില്ലാതെ മാക്സിമം എക്സാം ഹാളിൽ ചില്ലായിട്ടിരിക്കാൻ നോക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ടാക്കിൾ ചെയ്യണം ആ ഒരു ചിന്തയിലേക്ക് പോവുക. നമുക്ക്
ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ പേര് ഫ്രണ്ട്സ് ഒക്കെ പേടിയായിട്ട് പറയാറുണ്ട്. പക്ഷെ ആ ഒരു എങ്ങനെയെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ ടാക്കിൾ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഐ തിങ്ക് അത് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പിന്നെ ഇപ്പൊ എല്ലാരും എനിക്ക് ഇതിപ്പോ എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. എല്ലാരും ഇപ്പൊ പറഞ്ഞു ബോത്ത് ഗ്രൂപ്പ് ചെയ്യാ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ എന്റെ കുറച്ച് ഫ്രണ്ട്സ് അവർക്ക് കിട്ടിയില്ല ഇത്തവണ. അപ്പൊ അവര് പറഞ്ഞത് ബോത്ത് അവര് ബോത്ത് ട്രൈ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പൊ അവര് പറഞ്ഞു ബോത്തിന് പകരം ഒരെണ്ണം ട്രൈ ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോ കിട്ടിയേനെ, ഒരെണ്ണം ഫോക്കസ് ചെയ്യായിരുന്നു. അപ്പോ നമ്മുടെ കാര്യം നമുക്കാണ് അറിയത്തുള്ളൂ. അപ്പോ അത് ആദ്യം നമ്മളെ മനസ്സിലാക്കുക, നമ്മുടെ എന്തോരം പറ്റുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ച് ഒരു തീരുമാനം എടുക്കുക. യെസ്, പിന്നെ ഡെഫിനറ്റ്ലി അതൊരു പോയിന്റ് ആണ്. ഇപ്പൊ ഞാനും ഈ കോമൺ സെഷൻസിൽ യൂട്യൂബിൽ സെഷൻസിൽ അഡ്വൈസിലൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അസസ് ചെയ്തിട്ട് പലപ്പോഴും ബോത്ത് സജസ്റ്റ് ചെയ്യാറുണ്ട് കോമൺ ആയിട്ട് പബ്ലിക്കിനോട്. ദാറ്റ് ഇസ് ബിക്കോസ് പലർക്കും ഡൗട്ട് ചെയ്യണ സിറ്റുവേഷൻ ഉണ്ട്, അവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പലരും കാലിബറുള്ള ആൾക്കാരാണ്, ബട്ട് ആ പേടി കാരണം അവർ ചിലപ്പോ ICA ഇപ്പൊ 2 ഗ്രൂപ്പ് എന്നുള്ളത് 4 ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ തന്നിരുന്നെങ്കിൽ അതിൽ തന്നെ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതാന്നുള്ളത് പറഞ്ഞവരുണ്ടാവും, 2 സബ്ജക്ട് മാത്രം എഴുതാന്നുള്ളത്. ദേ ആർ നോട്ട് റിയലൈസിങ് അവർക്ക് ആ കാലിബർ ഉണ്ട്, പെർഫെക്ഷന്റെ പിന്നാലെ പോയിട്ട് ആ പേടി കാരണം എഴുതാത്തവരുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓരോ സ്റ്റുഡന്റ് സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ഞാനിപ്പോ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ സെഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് ആരെങ്കിലും ചാറ്റിലൊക്കെ ഒരു ക്വയറി ചോദിക്കുമ്പോൾ അവരോട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറയും. അവർ ഇപ്പോഴത്തെ സ്റ്റേറ്റസ് നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ അഡ്വൈസ് കൊടുക്കുക, നിങ്ങളെ ഇപ്പോഴത്തെ പ്രിപ്പറേഷൻ ലെവൽ വെച്ചിട്ട് നിങ്ങൾക്ക് സിംഗിൾ ഗ്രൂപ്പിലേക്ക് ഒതുക്കുന്നതാണ് ബെറ്റർ. ദിസ് നത്തിങ് റോങ് ഇൻ ഗിവിംഗ് സിംഗിൾ ഗ്രൂപ്പ്. യെസ്, അത് നമ്മളെ സെൽഫ് അസസ്മെന്റ് ഭയങ്കര ക്രൂഷ്യൽ ഫാക്ടർ ആണ് ഉണ്ണി പറഞ്ഞത്. യെസ്, ഗോ ഹെഡ് ഉണ്ണി. ഉണ്ണിയുടെ സെഷൻ സ്റ്റക്കായി തോന്നുന്നു, ഹാങ് ആയിട്ടുണ്ട്. നോ ഇഷ്യൂസ്, തിരിച്ച് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ദേവി സ്റ്റാർട്ടിംഗ് തൊട്ടേ പേഷ്യന്റ്ലി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസിന് ഓരോ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. ആനന്ദ് ITT കഴിഞ്ഞ് ഒരു പോവേണ്ട തിരക്കിന്റെ ഇടയിലായിരുന്നു, ഉണ്ണിക്ക് ട്രാവലിംഗിന്റെ തിരക്കിന്റെ ഇടയിലായിരുന്നു, ശ്രീജിത്തിന് വർക്കിന്റെ ഇടയിൽ നിന്ന് ബോസിന്റെ അടുത്ത് പെർമിഷൻ വാങ്ങി സെഷൻ ജോയിൻ ചെയ്തത്. ദേവി ഇസ് ലൈക്ക് സാറേ ഞാൻ കംപ്ലീറ്റ്ലി കംഫർട്ടബിൾ, എപ്പോഴായാലും കുഴപ്പമില്ല. ലൈക്ക് ദേവിക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കും ചെയ്തു, നിങ്ങൾക്ക് ഇനിയിപ്പോ എല്ലാവരും സംസാരിച്ച് അയ്യോ എനിക്ക് പറയാനുള്ള പോയിന്റ്സ് എല്ലാവരും പറഞ്ഞു, അങ്ങനെ ഒന്നും വേണ്ട. ആൻഡ് ഐ ന്യൂ ദാറ്റ് നിങ്ങൾക്ക് ഓരോ ആസ്പെക്ടിലും ഡിഫറെന്റ് സജഷൻസ് പറയാനുണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ആ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീന്റെ ടൈമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്, റിവിഷൻ ടൈമിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്, എക്സാമിൽ ആ 3 hours എങ്ങനെ എഫക്റ്റീവ്ലി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. സോ യെസ്, ഓവർ ടു യു ദേവി. ഞാൻ അതിന് മുന്നേ നിങ്ങളെ ജസ്റ്റ് മാർക്സും ഇവിടെ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. സോറി സാറേ, ഞാൻ ഒന്ന് എക്സ്ക്യൂസ് മീ, എന്റെ നെറ്റ് ഒന്ന് പോയായിരുന്നു ഇപ്പോഴാണ് ഞാൻ. യെസ്, നോ ഇഷ്യൂസ്, നോ ഇഷ്യൂസ്, ക്യാരി ഓൺ ഉണ്ണി, നിങ്ങൾ സെഷൻ കൺക്ലൂഡ് ചെയ്തോളൂ. കഴിഞ്ഞില്ലേ? അല്ല ജസ്റ്റ് ഒന്ന് ബായ് പറയാനായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങൾ സ്റ്റക്കായത് നമ്മൾ അറിഞ്ഞു വിടാ. നെറ്റ് പോയതാ. ഉണ്ണി എന്താ ആർട്ടിക്കിൾഷിപ്പിന്റെ പ്ലാൻ എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾഷിപ്പ് തീരുമാനിച്ചിട്ടില്ല സാറ്, മൊത്തം ഒരു കൺഫ്യൂഷൻ ആണ്. എല്ലാരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്, ഓരോ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും ഉണ്ട്. അതൊന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ആരെങ്കിലും ഒരു ചോയ്സ് ഉണ്ടാക്കി തരുവാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്തായാലും CA ഇന്റർ ക്ലിയർ ചെയ്യാൻ അത്ര സ്ട്രഗിൾ ഉണ്ടാവില്ല. യെസ്, ആ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ആ ഗൈഡൻസ് ആണ് വേണ്ടത്. ഡെഫിനറ്റ്ലി നിങ്ങൾ അറിയിക്കുക, എന്നെ അറിയിക്കുക, എന്റെ സൈഡിൽ ഞാൻ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചെയ്യാം. നിങ്ങളെ മാർക്ക് അമേസിംഗ് ആണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ എടുക്കാൻ ഫേംസ് അവിടെ ഒരുപാട് ഫേംസ് ഹാപ്പിലി എടുക്കാൻ റെഡി ആയി നിൽക്കുന്നുണ്ടാവും. സോ നത്തിങ് ടു വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾക്ക് വേണ്ടത് എന്താ എന്നുള്ളത്, ആഫ്റ്റർ യു ക്ലിയർ CA എക്സാംസ് വാട്ട് ഡു യു വാണ്ട് ടു ഡു വിത്ത് ദിസ് പ്രൊഫഷൻ, അതിനെ ബേസ് ചെയ്തിട്ട് ചാനലൈസ് ചെയ്യണം നല്ലൊരു ആർട്ടിക്കിൾഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫേം ഏതാ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ. ബൈ. ദേവി ഫൗണ്ടേഷനിൽ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇപ്രാവശ്യത്തെ ഒരുപാട് പേര് കേട്ടോ, ലൈക്ക് എനിക്ക് തോന്നുന്നു ശ്രീജിത്ത് ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ ഫൗണ്ടേഷനിലും ഇന്ററിലും എനിക്ക് പഠിപ്പിക്കാനുള്ള ചാൻസ് കിട്ടി. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. ദേവി അക്കൗണ്ട്സിൽ 60, ലോയിൽ 63, ടാക്സിൽ 60, ദാറ്റ് ഇസ് 183, 3 പേപ്പറിൽ എക്സംഷൻ. സെക്കൻഡ് ഗ്രൂപ്പിൽ കോസ്റ്റിംഗിൽ 50, ഓഡിറ്റിംഗിൽ 47, FM-ൽ 44, സെക്കൻഡ് ഗ്രൂപ്പ് 141. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിൽ അപ്പൊ അഗ്രിഗേറ്റ് ഇല്ല.
നിങ്ങൾക്ക് ക്യാരി ഫോർവേഡിന്റെ ബെനിഫിറ്റ് ഫസ്റ്റ് ഗ്രൂപ്പിലെ 183 ഉള്ളത് സെക്കൻഡ് ഗ്രൂപ്പിൽ വന്ന് യു ഗോട്ട് 324 മാർക്സ്. അമേസിംഗ് മാർക്സ് ദേവി. ഹൗ വാസ് യുവർ ഓവറോൾ മെന്റൽ സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ ബോത്ത് എഴുതണം എന്നുള്ളതിനെ ആദ്യം ഉറപ്പിച്ചിട്ട് പോയതാണോ? ടാർഗറ്റ് ബോത്ത് ഗ്രൂപ്പ്സ് ആയിരുന്നു. അത് പണ്ടേ തീരുമാനിച്ച് ബോത്ത് ഗ്രൂപ്പ്സ് തന്നെ ചെയ്തോളൂ. പക്ഷെ പഠിക്കുന്ന സ്റ്റേജ് പിന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരെണ്ണം മതിയോ, ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാം, അല്ലെങ്കിൽ ടാക്സ് വീണ്ടും പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പ് എന്റെ കൈ നിൽക്കൂലായിരുന്നു. FM SM ആയിരുന്നു എന്റെ പേടി. FM-ഉം അതെ, ഓഡിറ്റിങ്ങും അതെ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതാമെന്ന് വിചാരിച്ചു, പിന്നെ ബോത്ത് തന്നെ എഴുതി. അങ്ങനെ എന്താ നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്തായിരുന്നു ദേവി? നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളെ മാർക്സിൽ അത് എവിഡന്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ സ്ട്രോങ് ആണ്, ലൈക്ക് എക്സംഷൻ ഉണ്ട് എല്ലാ പേപ്പറിലും. സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങൾ എഴുതിയതുകൊണ്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടി, ക്യാരി ഫോർവേഡ് നിങ്ങൾ പാസ്സായി. സെക്കൻഡ് ഗ്രൂപ്പിൽ എല്ലാ സബ്ജക്റ്റും പാസ് മാർക്സ് ഉണ്ട്. നിങ്ങൾ ആ ലാസ്റ്റ് മൊമെന്റ് വരെ ലൈക്ക് ഓക്കെ എന്നാ ബോത്ത് തന്നെ പ്രൊസീഡ് ചെയ്യാ എന്നുള്ള ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്തായിരുന്നു? പ്രോമിസ് എന്നോട് തന്നെ പ്രോമിസ് ചെയ്തിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് ഇല്ല, എന്ത് വന്നാലും ഫസ്റ്റ് ഗ്രൂപ്പ് എങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഒതുങ്ങില്ല, എന്തായാലും 2 ഗ്രൂപ്പ് എഴുതുന്ന നേരത്തെ ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എഴുതിയതാ. അത് ടാക്സ് കഴിഞ്ഞപ്പം ഭയങ്കര ഡിപ്രസ്ഡ് ആയിപ്പോയി. ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു ടാക്സ്, കുറച്ച് ടഫായിരുന്നു. അപ്പൊ ലോ ഞാൻ നല്ല കോൺഫിഡന്റ് ആയിരുന്നു, അക്കൗണ്ട്സും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ടാക്സ് എഴുതിയപ്പോ കിട്ടുമോ ഇല്ലയോ എന്ന് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോ സെക്കൻഡ് ഗ്രൂപ്പ് കയ്യിന്നങ്ങ് പോയി. പിടിച്ചെടുത്തൊന്നും കിട്ടിയില്ല. കോസ്റ്റിങ് പേടിയായി പോയി. പൊതുവെ പ്രാക്ടിക്കൽ സബ്ജക്ട് പേടിയാണ് എനിക്ക്. അപ്പൊ കോസ്റ്റിങ്ങും കൊളാക്കി ഞാൻ. ഓഡിറ്റിങ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ തീർന്നു. FM എല്ലാം പഠിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പക്ഷെ എന്തോ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഒരു സെക്കൻഡ് ഗ്രൂപ്പ് മൊത്തത്തിൽ പോയി. നിങ്ങൾക്ക് കോസ്റ്റിംഗ് പ്രാക്ടിക്കൽ പേടിയാണ്, എന്നാൽ കട്ട തിയറി ഓഡിറ്റിംഗ് FM അതൊന്നും ഇഷ്ടമല്ല. ലൈക്ക് സോ ദെൻ ഇല്ല, തിയറി ഇഷ്ടമാണ്. ഓഡിറ്റിംഗ് ഞാൻ പഠിച്ച പോലെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ക്വസ്റ്റ്യൻസ് നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു. എനിക്ക് പഠിച്ചിരുന്നു, പക്ഷെ പഠിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. ഓക്കെ ദേവി, സെഷൻ ഇസ് യുവേഴ്സ്. നിങ്ങൾ പറഞ്ഞോളൂ, എങ്ങനെയായിരുന്നു നിങ്ങള് ക്ലാസിന്റെ ടൈമിൽ സബ്ജക്ട്സിനെ അപ്രോച്ച് ചെയ്തത്? സ്റ്റഡി ലീവിൽ എന്ത് ചെയ്തു? റിവിഷൻ ടൈം 1.5 ഡേയ്സിൽ എന്ത് ചെയ്തു? എക്സാം ടൈമിൽ എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്തു? ക്ലാസ് നടക്കുമ്പോ വൈകിട്ട് വന്ന് അന്ന് ഡെയിലി പഠിപ്പിക്കുന്നത് എന്തായാലും പഠിച്ചിട്ടേ ഉറങ്ങുള്ളൂ. ഇപ്പൊ അന്ന് പഠിപ്പിച്ചത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏർലി മോർണിംഗ് എണീക്കും. ഡിപ്പെൻസ് 4 ചില സമയത്ത് 3 o'clock എണീറ്റ് ചിലപ്പോ ഉറക്കം വരൂല്ല നമുക്ക്, കുറ്റബോധം കാരണം. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉറക്കം വരുന്നില്ല. അപ്പൊ ഉറക്കം വരാത്തപ്പോ എണീറ്റിരുന്നങ്ങ് പഠിക്കും. കംപ്ലീറ്റ് ആവുമ്പോ സമാധാന, അപ്പൊ പിന്നെ പോയി ഉറങ്ങും. അങ്ങനെയായിരുന്നു. അപ്പം ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ ഡെയിലി പഠിക്കും എന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യാറുണ്ടായിരുന്നു. സ്റ്റഡി ലീവ്സിന് അപ്പൊ അത് ഡേ പ്ലാനിങ് ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പറയും ഒരു ദിവസം മൊത്തം ഒരു സബ്ജക്ട് കൊണ്ടിരിക്കാം. ലോ എടുത്തു കഴിഞ്ഞാൽ ലോ ഫുൾ ഒരു ദിവസം, അല്ലെങ്കിൽ കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഏതെങ്കിലും ഒരു സബ്ജക്ട് മാത്രം പഠിക്കാന്ന്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ അതെന്നെ കൊണ്ട് പറ്റൂല എന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയായിരുന്നു, ഒരു ദിവസം എങ്ങനെ പോണം എന്നുള്ളത്. അപ്പൊ ഒരു ഡേനെ 4 സ്ലോട്ട് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തായിരുന്നു. ഏർലി മോർണിംഗ് സെക്ഷൻ 5 to 8 അല്ലെങ്കിൽ 4 to 8 അങ്ങനെ. അപ്പൊ ഒരു 4 hours 3 hours ഏർലി മോർണിംഗ് തന്നെ കിട്ടും. അപ്പൊ ഏറ്റവും ലേസി ആയിട്ട് പഠിക്കാൻ തോന്നിയിട്ടുള്ള വിഷയം അപ്പൊ എടുക്കും. യൂഷ്വലി FM and SM. അതാണ് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റിരുന്ന് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഏർലി മോർണിംഗ് സെക്ഷൻ ഒരു 9 to 1 o'clock എപ്പോഴും ടാക്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി അങ്ങനെയാണ്. മോർണിംഗ് സമയം ടാക്സിന് മാത്രം. GST എടുത്തു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് അടുത്ത ദിവസം ഇൻകം ടാക്സ് എടുക്കും. അപ്പൊ ടച്ച് വിട്ട് പോയിട്ടേ ഇല്ല. ഈ ഒരു 2 months പ്രിപ്പറേഷൻ ടൈം കിട്ടിയപ്പോ ഡെയിലി ടാക്സ് നോക്കുമായിരുന്നു. പിന്നെ ഒരു 2 to 5 അഗൈൻ 3 hours കിട്ടും. അപ്പൊ എന്റെ ഫേവറേറ്റ് വിഷയം ലോ. എനിക്ക് തിയറി പഠിക്കാൻ ഉച്ചയ്ക്ക് ഇഷ്ടം. അപ്പം ഞാൻ തിയറി സമയം ഉച്ചയ്ക്ക് നോക്കുന്നത്. പിന്നെ നൈറ്റ് സെക്ഷനിൽ അക്കൗണ്ട്സ് ഓർ കോസ്റ്റിംഗ് ഇങ്ങനെ മാറി മാറി പഠിക്കും ഓൾട്ടർനേറ്റ് ആയിട്ട്. പിന്നെ ലാസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യും. ഇതാണ്. അപ്പൊ ഡെയിലി ഇങ്ങനെ ഓരോ ദിവസം പഠിക്കുമ്പോൾ തലേന്ന് പഠിച്ചത് ഒരു 15 minutes ഒരു കണ്ണോടിച്ച് ഒന്ന് റിവൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത റിവിഷൻ ഡേയ്സ് മൊത്തം. അത്
ഓരോ ദിവസം തെറ്റും, പഠിക്കാതിരുന്നിട്ടുണ്ട്. ഉണ്ണി പറഞ്ഞ പോലെ സങ്കടപ്പെട്ടിരിക്കും, കരയും, പിന്നെ അതോർത്ത് കരയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒന്നും പഠിക്കാതൊക്കെ 2-3 ദിവസമൊക്കെ സ്ട്രെസ് കാരണം ഇരിക്കാറുണ്ട്. സ്വാഭാവികമാണ്. ഞാൻ വിചാരിക്കും എനിക്ക് മാത്രമേ ഉള്ളെന്ന്. അല്ല, എല്ലാരും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ സ്വയം ഒരു ബോധം വന്നിട്ട് പഠിക്കായിരിക്കും 4ാമത്തെ ദിവസം. സ്വയം പിന്നെ എവിടെന്നെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ കിട്ടും, പഠിക്കണം. എന്നിട്ട് അങ്ങനെ 2 ദിവസം പോകും. പിന്നെ 3-ാമത്തെ ദിവസം വീണ്ടും പ്രശ്നമാണ്. പോർഷൻ കാണുമ്പോ പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അലോട്ട് ചെയ്ത സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അങ്ങനെ പ്രശ്നം വരുമ്പോ പിന്നെയും തകർന്നു പോകും. ആദ്യം ഏർലി മോർണിംഗ് പേഴ്സൺ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോ എനിക്ക് എണീക്കാനേ പറ്റാതായി. 4 മണിക്കും 3 മണിക്കും എണീറ്റോണ്ടിരുന്ന എനിക്ക് 6 മണിക്ക് പോലും എണീക്കാൻ പറ്റാത്ത അത്രയും ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഫ്രസ്ട്രേഷൻ, രാവിലെ പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ഉറക്കം കഴിഞ്ഞിട്ട് ആരോ ഡൗട്ട് ചോദിച്ചായിരുന്നു ഉറക്കത്തിന്റെ പറ്റി. പിന്നെ ഞാൻ ഉറക്കം കോൺസെൻട്രേറ്റ് ചെയ്തു. നന്നായിട്ട് ഉറങ്ങിയിട്ട് പഠിക്കാം. ഉറങ്ങിയിട്ട് പഠിക്കാം. അപ്പൊ പിന്നെ കുറച്ച് സമാധാനം ഉണ്ട്, ഉറക്കം എങ്കിലും നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഹാപ്പി ആയിട്ടിരുന്ന ഉള്ള സമയം നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അതായത് റിവിഷൻ ടൈമിൽ ചെയ്ത 1.5 ഡേയ്സിൽ ഫുൾ കവർ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ മിസ്റ്റേക്ക് ബുക്സ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് പേപ്പർ ഉണ്ടാക്കുമായിരുന്നു. ഒരു ചെറിയൊരു പേപ്പറിൽ എന്തൊക്കെ തെറ്റാണോ എപ്പോഴും വരുത്തുന്നത്, അപ്പൊ അതിങ്ങനെ നോട്ടാക്കിട്ട് എഴുതി വെക്കും. അപ്പൊ 1.5 ഡേയ്സ് രാവിലെയൊക്കെ ഇരുന്ന് ആ മിസ്റ്റേക്സ് നോക്കും, എപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്സ്. പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ മാർക്ക് ചെയ്തിടും. അത് ഞാൻ രാവിലെയാണ് നോക്കുന്നത്, എക്സാമിന്റെ രാവിലെ. തലേന്ന് ഒക്കെ പഠിച്ചത് തന്നെ ഒന്ന് ഓടിച്ച് കാണാതെ പഠിക്കാൻ ശ്രമിക്കാറില്ല. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എടുത്തിട്ട് അത് ഓർമ്മ വരുന്നുണ്ടോ, ലോ ആണെങ്കിലും സെക്ഷൻ ഇങ്ങനെ ഓർത്തിട്ട് ആ സെക്ഷൻ എന്തുവാന്ന് ആലോചിച്ചെടുക്കാൻ നിൽക്കാറില്ല. ഭയങ്കരമായിട്ട് പ്രശ്നമാവും. കാരണം നമ്മൾ ആ ടെൻഷനിൽ കിട്ടൂല, എക്സാമിന് കിട്ടിക്കോളും. അപ്പൊ അത് ജസ്റ്റ് വായിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതുപോലെ ലോസ് സെക്ഷൻ നമ്പർ, അത് ഭയങ്കര വിഷയമാണ്. സെക്ഷൻ നമ്പർ ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഫ്ലാഷ് കാർഡ്സ് കുഞ്ഞു കുഞ്ഞു പേപ്പറിൽ ഇങ്ങനെ സെക്ഷൻ നമ്പർ എഴുതും. അതിന്റെ പുറകില് 135 ആണ്, പുറകെ CSR, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് പേപ്പേഴ്സ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോന്നും പിക്ക് ചെയ്യും, ജസ്റ്റ് നോക്കും, എന്നിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിക്കും. കിട്ടൂല. പിന്നെ കുറെ കഴിയുമ്പോ സെയിം തന്നെ കിട്ടുമ്പോൾ നമ്മൾ പഠിച്ചോളൂ ഓട്ടോമാറ്റിക്കലി സെക്ഷൻ നമ്പേഴ്സ്. CSR എന്നാണെങ്കിൽ അതിന്റെ സെക്ഷൻ നമ്പർ ആലോചിക്കും. അങ്ങനെ അല്ലെങ്കിൽ അമ്മയോട് പറയും സെക്ഷൻ നമ്പർ ചുമ്മാ ചോദിക്ക്, അല്ലെങ്കിൽ ഞാൻ അവരെ പഠിപ്പിക്കും. അങ്ങനെ സെക്ഷൻ നമ്പേഴ്സ് പഠിക്കും. സെക്ഷൻ നമ്പേഴ്സ് നമ്മൾ ക്ലാസ്സിൽ കമ്പൽസറി അല്ല എന്ന് പറയാറുണ്ട്, അതിന് സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട. ബട്ട് ഇൻ വൺ വേ അത് വർക്ക് ചെയ്യൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ കമ്പനീസ് ആയിട്ടുള്ള 470 സെക്ഷൻസും നമ്മൾ സെക്ഷൻ നമ്പർ വെച്ചിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ മൈൻഡിൽ കുറെ ഫോൾഡേഴ്സ് ഓപ്പൺ ആക്കിയിടുന്ന മാതിരിയാണ്. ഇപ്പൊ 135 CSR, ആ ഫോൾഡർ ഓപ്പൺ ആക്കിയാൽ അതിന്റെ പ്രൊവിഷൻസ് ഫുള്ള് വരും, അത് ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ. സോ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് ഇൻ റീറ്റെയിനിങ്. ബട്ട് അത് നമ്മൾ ഒന്ന് ആ സബ്ജക്ട് സ്പെഷ്യലൈസ് ചെയ്ത്, റിപ്പീറ്റേഷൻ ആണ് കീ ഫാക്ടർ. യെസ്, അത് ചിലപ്പോൾ സ്റ്റുഡൻസിന് എല്ലാ സബ്ജക്ട്സും പഠിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അത്രയും ടൈം റിപ്പീറ്റേഷൻ ആ സബ്ജക്ട് കൊടുക്കണം എന്ന് പറ്റണം എന്നില്ല, അത് വേർത്ത് ആവണം എന്നില്ല, കാരണം കമ്പൽസറി അല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം യെസ്, പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആഡഡ് ഇംപ്രഷൻ ആണ്, നിങ്ങൾക്ക് അത് കോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. നിങ്ങൾ പറഞ്ഞ ഒരുപാട് പോയിന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ദേവി. ലൈക്ക് നിങ്ങൾ പറഞ്ഞ ആ ഡേ സ്പ്ലിറ്റ് ചെയ്തെന്ന് മാത്രമല്ല, നിങ്ങൾ സബ്ജക്ട്സ് അലോക്കേറ്റ് ചെയ്ത് ഇറ്റ് വാസ് ഇൻ സച്ച് എ വേ. രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡ് അത്രയും ബ്ലാങ്ക് ആയി കിടക്കുന്ന സമയത്ത് നിങ്ങൾ കട്ട തിയറിയുള്ള സാധനങ്ങൾ, ബോറിംഗുള്ള സാധനം കൊണ്ടുപോയിട്ട് കൊടുത്ത് ഉച്ചയ്ക്ക് ഏകദേശം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചവര് കുറച്ചൊരു എക്സസൈസ് ആയി നിൽക്കുന്ന ടൈമിലാണെങ്കിൽ കുറച്ചൊരു നമ്മുടെ മൈൻഡിന് എക്സസൈസ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ പേപ്പേഴ്സ് കൊണ്ടുപോയിട്ട് അതും കുറച്ചൊരു ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു ഡു. എന്റെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. ആൻഡ് ദെൻ യു ആർ ലൈക്ക് ഓക്കെ, ഈവനിങ്ങിൽ വീണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ഇട്ടുകൊടുത്ത് ലാസ്റ്റ് ഒരു ഡേ കൺക്ലൂഡ് ചെയ്യണത് പോസ്റ്റിംഗ് പോലത്തെ അത്യാവശ്യം കുറച്ചൊരു പ്രാക്ടിക്കൽ പേപ്പർ വെച്ചിട്ട് തന്നെ സംഭവം കൺക്ലൂഡ് ചെയ്ത്. ദാറ്റ് വാസ് നൈസ്. വേറെ എന്തോ ഒരു ഫാക്ടർ നിങ്ങൾ പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് അവിടെ ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്യണമെന്ന്, പക്ഷേ അതിനിടയിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ നിന്നില്ല. ഐ ടോട്ടലി മിസ്ഡ് ഔട്ട് ഓൺ ദാറ്റ്. യാ, ഓക്കെ, യെസ്. എനിത്തിങ് ഫർദർ ദേവി? 100 മാർക്സിന്റെ കാര്യം ഞാൻ 6 പേപ്പറും 100 മാർക്സിന് തന്നെ അറ്റംപ്റ്റ് ചെയ്തു. എനിക്കൊന്ന് സെക്കൻഡ് ഗ്രൂപ്പ് പിന്നെ എനിക്ക് ചാൻസ് അത്രയും മാർക്ക് കിട്ടിയത് 100 മാർക്കിന് എഴുതിയത് കൊണ്ടായിരിക്കണം. ഞാൻ സെലക്റ്റീവ് ആയിട്ട് എഴുതിയിരുന്നെങ്കിൽ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ 100 മാർക്സിന് ഞാൻ മോക്ക് എഴുതിയപ്പോ 100 മാർക്സിന് എനിക്ക് എഴുതാൻ പോലും പറ്റിയില്ല. പകുതി ആയപ്പോ തന്നെ ടൈം 3 hours തീർന്നു. അപ്പൊ എനിക്ക് ഉറപ്പായി ഒരു പ്ലാൻ ഇല്ലാതെ എക്സാം ഹാളിൽ പോയാൽ പെട്ടുപോകും. അപ്പൊ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ MCQ വേണോ ഡിസ്ക്രിപ്റ്റീവ് എടുക്കണോ, അതൊരു വലിയ പ്രശ്നമായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു 10 minutes ഭയങ്കര സ്ലോ ആയിരിക്കും, ആ ഒരു സ്പീഡ് കിട്ടൂല. അപ്പൊ MCQ കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈസിലി 1 മണിക്കൂർ 1.25 മണിക്കൂർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. കാരണം ലെങ്ത്
ക്വസ്റ്റ്യൻസ് ആ ടാക്സ് ഒക്കെ ആണെങ്കിലും വലിയ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത് നോക്കാതെ നമുക്ക് എന്തായാലും ഒരു ആൻസർ കിട്ടൂല. എക്സാം ഹാളിൽ ഞാൻ കണ്ടിട്ടുണ്ട് 3:15 ആയിട്ടും MCQ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആദ്യം തൊട്ടേ MCQ കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആലോചിക്കും ഇനി പിന്നെ എങ്ങനെ ഇത് ഡിസ്ക്രിപ്റ്റീവ് ചെയ്ത് തീർക്കും. അവസാനം പിടിവലിയ ഇപ്പൊ ഇച്ചിരൂടെ എന്നും പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഡിസ്ക്രിപ്റ്റീവ് എടുക്കുന്നേ. ഡിസ്ക്രിപ്റ്റീവ് തന്നെ കമ്പൽസറി നോക്കൂല. ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നേരെ തിരിക്കും. കാരണം ഫസ്റ്റ് പേജ് നോക്കൂല. നോക്കിയാ പോയി പുറകീന്ന് നോക്കും. അപ്പൊ കുറച്ചുകൂടി ലാസ്റ്റ് ഒക്കെ ആകുമ്പോ പിന്നെ കുറച്ചുകൂടി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. ലെങ്ത്തും കുറവായിരിക്കുമല്ലോ. അപ്പൊ പുറകീന്ന് നോക്കിയിട്ട് ചോയ്സ് ഉണ്ടല്ലോ, 5 4 എഴുതിയാൽ മതി എന്നുള്ളത്. അപ്പം ടൈം അലോക്കേറ്റ് ചെയ്യും. ഒരു 3 o'clock or 3:10 ഒക്കെ ആകുമ്പോൾ 4 തീർന്നാലും തീർന്നില്ലേലും ഞാൻ നിർത്തും. അതായിരുന്നു മനസ്സിൽ. പക്ഷെ എന്റെ ഇതില് തീർന്നാലേ ഞാൻ അടുത്തേ പോകത്തുള്ളൂ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ CAക്ക് വന്നപ്പോ അതൊക്കെ മാറി. തീർന്നാലും ഇല്ലെങ്കിലും ടൈം തീർന്നാൽ അത് അവിടെ ഇടും. അത് കഴിഞ്ഞിട്ട് MCQ എടുക്കും. അപ്പൊ നമ്മള് സ്പീഡാവും. ലാസ്റ്റ് ആകുമ്പോൾ ഭയങ്കര കുറച്ചുകൂടി സ്പീഡാവും 3 മണിയൊക്കെ ആകുമ്പോ. അപ്പൊ MCQ എടുക്കും. MCQ എടുത്തിട്ട് ചെയ്തു പുറകിന്ന്. അതും അതെ, പുറകിന്നാണ് നോക്കുന്നത്. പുറകിന്ന് എടുത്തിട്ട് ചെയ്യും. 3:30 അരമണിക്കൂറൊക്കെ കൊണ്ട് തീർത്ത അടിപൊളിയാണ്. കാരണം നമുക്ക് കുറെ സമയം കിട്ടും. കമ്പൽസറി ക്വസ്റ്റ്യൻ ടാക്സിനൊക്കെ ആയാലും 2 ഉണ്ടല്ലോ. അപ്പൊ ഒരു 45 minutes 30 minutes അത്ര MCQന് കൊടുക്കുള്ളൂ. 3:45 ഒക്കെ ആകുമ്പോൾ തീർത്തിട്ട് പിന്നെ കമ്പൽസറി ക്വസ്റ്റ്യൻ എടുക്കും. അതിന് 5 minute ഞാൻ സമയം കൊടുത്തിരുന്ന് വായിക്കും. കാരണം എപ്പോഴെപ്പോഴും പോയി നോക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ലൈറ്റ് ആയിട്ട് സൈഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിടും, മറക്കാതിരിക്കാൻ. എഴുതുന്നത് ചെയ്യുന്ന അനുസരിച്ച് ടിക്ക് ചെയ്തും മാറ്റും. ഡബിള് ചെയ്ത് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ പിന്നെ കമ്പൽസറി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. അതിന്റെ ഇടയ്ക്കൊക്കെ വിട്ടത് ഉണ്ടാവും. അപ്പോഴൊക്കെ ഓർമ്മ വരും. ബാക്കി ഇൻകംപ്ലീറ്റ് ആക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഓർമ്മ വരുന്നൊക്കെ സൈഡിൽ എഴുതി വെക്കും. ഇന്നത്തെ ക്വസ്റ്റ്യനിൽ ഈ പോയിന്റ് ഉണ്ട്. പക്ഷെ കമ്പൽസറി ക്വസ്റ്റ്യൻ അപ്പോഴും ചെയ്തോണ്ടിരിക്കും. ഒരു 4:45 ടാക്സ് ആകുമ്പോൾ 2 ഉണ്ട്. GST ഇൻകം ടാക്സ് ഉണ്ട്. അതൊരു 1.5 ഓട്ടമാണ്. പെട്ടെന്ന് 2 കൂടെ തീർത്ത് 4:45 4:50 മാക്സിമം. അത് തീർന്നാലും ഇല്ലല്ലോ അവിടെ ഇട്ടിട്ട് അടുത്ത 10 minutes ബാക്കി ഓർമ്മ വന്ന സാധനം ഫില്ല് ചെയ്യാൻ പോകും. അതിന് ഫില്ല് ചെയ്യാൻ പോകുമ്പോഴേക്കും ഏകദേശം 5 മണിയാവും. അപ്പൊ നമ്മൾ 100 marks എഴുതി കഴിയും. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്ത്. ഈ 6 പേപ്പർ ഞാൻ അങ്ങനെ തന്നെ എഴുതിയത്. 100 mark എഴുതി. നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്റ്റീവ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 2 ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുമ്പോഴേക്കും ഏറെക്കുറെ മൈൻഡ് ഒന്ന് കാമായി. പിന്നെ MCQലേക്ക് പോകുമ്പോൾ ഏകദേശം നമ്മൾ സേഫ് സോൺ എത്തിക്കഴിഞ്ഞു. ഒരു പാസ് മാർക്കിനുള്ള സാധനങ്ങൾ ഏകദേശം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എന്തായാലും ക്വസ്റ്റ്യൻ നമ്പർ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഡെഫിനറ്റ്ലി ആ പോയിന്റും അത്യാവശ്യം നല്ല ഇംപ്രസീവ് ആയിരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞ ടൈം മാനേജ്മെന്റ് 100 marks അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇത് ഞാനും എന്റെ ഇന്റർമീഡിയറ്റ് ആയാലും ഫൈനലിലായാലും ഫോളോ ചെയ്തൊരു സംഭവമായിരുന്നു. പല റാങ്ക് ഹോൾഡേഴ്സും ഭയങ്കര സ്റ്റിക്ക് ഓൺ ചെയ്തൊരു പോളിസി ആയിരുന്നു അത്. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ ഇപ്പൊ ദേവി ഇവിടെ കറക്റ്റ് ഓരോ സ്ലോട്ട് ഉണ്ടാക്കി ഈ ടൈം ആവുമ്പോൾ ഇടുക എന്നുള്ളത്. ഞാനൊക്കെ കറക്റ്റ് ഓരോ മാർക്കിന്റെ ബേസിലായിരുന്നു. അത് അന്ന് കുറച്ച് എളുപ്പമായിരുന്നു. അന്ന് നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ 2011 ഇന്റർ ചെയ്യണം, 2014 ഫൈനൽ ചെയ്യണം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഓരോ ക്വസ്റ്റിന് മാർക്ക് കൂടുതലായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ 5 mark ക്വസ്റ്റ്യന് 5 into 1.8 9 minute 1.8 എന്നുള്ള ഇക്വേഷൻ. നമുക്ക് 180 minutes ആണ് എക്സാം ഉണ്ടാവുക. 100 marks ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പൊ 1.8 ഒരു മാർക്കിന് 1.8. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അതിൽ സബ് ക്വസ്റ്റ്യൻസ് കൂടുതലാണ്. സോ അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ ടൈം വേസ്റ്റ് ആവും. അവിടെ നിങ്ങൾ ചെയ്ത ആ ഒരു സ്ട്രക്ചർ സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഇത്ര ക്വസ്റ്റ്യൻസ് 2 ക്വസ്റ്റ്യൻസ് ഈ ടൈം അതിനുള്ളിൽ തീരണം. അത് കഴിഞ്ഞ MCQ. ദാറ്റ് വാസ് നൈസ്. What did you feel in between each exam? ഓരോ എക്സാം കഴിയുമ്പോഴും യു ആർ ലൈക്ക് ഓക്കെ കോൺഫിഡന്റ് ആണ് അടുത്തത് കൊടുക്കാന്നുള്ളത് തന്നെയായിരുന്നോ അതോ? ഫസ്റ്റ് ഗ്രൂപ്പ് അക്കൗണ്ട്സ് കഴിഞ്ഞപ്പോ കുഴപ്പമില്ലാന്ന് തോന്നി. പ്രശ്നം ഉണ്ടായിരുന്നില്ല. പഠിച്ചൊക്കെ എഴുതാൻ പറ്റിയെന്ന് തോന്നി. ലോ വാസ് അടിപൊളി. പഠിച്ചതൊക്കെ വന്നു. ഞാൻ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയത് വന്നു. ഞാൻ ഇങ്ങനെ തിയറി പഠിച്ചപ്പോ ട്രെൻഡ് അനാലിസിസ് ഒക്കെ ചെയ്തായിരുന്നു. ഒരു പാസ്റ്റ് 5 years വന്ന ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ഏരിയ എന്ന് ചോദിച്ച് വരുമ്പോ ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ LLP ഭയങ്കരമായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് തോന്നിയായിരുന്നു. LLP എന്തായാലും പഠിച്ചതാ ഫൗണ്ടേഷന് ഫുൾ. ഏകദേശം ഒരു 2-3 കണ്ടന്റേ ഉള്ളൂ പുതിയതായിട്ട്. പിന്നെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അങ്ങനെ ലോ ഫുൾ പഠിച്ചു. അപ്പൊ ലോ അടിപൊളിയായിട്ട് എഴുതി. എനിക്ക് ഭയങ്കര പെട്ടെന്ന് എഴുതി ഇങ്ങനെ സ്റ്റക്കേ ഇല്ലായിരുന്നു. അപ്പൊ അടിപൊളി സൂപ്പർ. പിന്നെ ടാക്സ് ആകുമ്പോ പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി. ടാക്സും കൂടെ നന്നായിട്ട് എഴുതാം. ടാക്സ് ചെയ്തപ്പോ പ്രശ്നമായി പോയി. കുറച്ച് ഇൻകം ടാക്സ് കുറച്ച് പ്രശ്നമായിരുന്നു. ഇൻകം ടാക്സ് അല്ല, GST ആയിരുന്നു കുറച്ച് പ്രശ്നം. ഇൻകം ടാക്സ് ഞാൻ ആ വർക്ക് ബുക്ക് ട്രിപ്പിളായി 3 പ്രാവശ്യം ചെയ്തിട്ടാ പോയത്.
3 റൗണ്ട്സ് ഞാൻ ഫുൾ ചെയ്തിട്ടാ പോയത്. പിന്നെ ഇൻകം ടാക്സ് ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് വന്നത്. അപ്പൊ പിന്നെ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. GST ഞാൻ അത്ര നന്നായിട്ട് ഫോക്കസ് ചെയ്തില്ലായിരുന്നെങ്കിലും അതുകൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് തീർന്നു. ലോയ്ക്ക് കിട്ടിയാലും ഈ ടാക്സിന് കിട്ടണമല്ലോ, 40 കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇപ്പൊ ഒരു സെക്കൻഡ് ഗ്രൂപ്പ് ഒന്ന് പ്രശ്നമായി, എഴുതണോ എന്നാലും പോയി എഴുതി. കോസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്തില്ല. ക്വസ്റ്റ്യൻസ് ഫാക്കൽറ്റിയുടെ മെറ്റീരിയലാ, അത് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പോയി എന്തൊക്കെയോ എഴുതി. പിന്നെ വന്നു. പിന്നെ ഓഡിറ്റിംഗ് ഞാൻ തകർത്തൊന്നും പറഞ്ഞാൽ പോയത്. കാരണം തിയറി എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഓഡിറ്റിംഗ് ഫുൾ കണ്ടന്റ് പഠിച്ചിട്ടുണ്ട്. ഫുൾ നുക്ക് ആൻഡ് കോർണർ എല്ലാം അരിച്ച് കലക്കി പഠിച്ചിട്ടാ പോകുന്നത്. കാണാതപുറത്താണ് പോയി. പക്ഷെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോ വീണ്ടും തകർന്നു. ഒന്നാമത് കോസ്റ്റിംഗ് കയ്യിൽ നിന്ന് പോയി. എല്ലാവർക്കും എളുപ്പമാന്ന് പറഞ്ഞ കോസ്റ്റിംഗ് എനിക്ക് പാടായിട്ടാ തോന്നിയത്. എന്താണോ എന്തോ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അപ്പോഴേക്കും ഭയങ്കര വിഷമായി. ടാക്സും പോയി, കോസ്റ്റിങ്ങും പോയി. പിന്നെ ഞാൻ ഓഡിറ്റിംഗ് ക്വസ്റ്റ്യൻ കണ്ടപ്പോ തീർന്നു. ഇത്ര ഞാൻ പഠിച്ചിട്ട് അത് എല്ലാ ദിവസവും ലോയും ഓഡിറ്റിങ്ങും മാറി മാറി നോക്കും ഉച്ചയ്ക്ക്. ഡെയിലി ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഓഡിറ്റിങ്ങും കയ്യിൽ നിന്ന് പോയി. പിന്നെ FMS അത് പണ്ടേ എനിക്കിഷ്ടമല്ല. അപ്പൊ FMഉം ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം വന്നത്. ക്വസ്റ്റ്യൻസ് തീരെ ഞാൻ ടാക്സിനും അക്കൗണ്ട്സിനും പ്രാക്ടീസ് ചെയ്ത പോലെ FMന് ചെയ്തില്ല. ആകെ പ്രീവിയസ് ഇയർ 2-3 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തേ ഉള്ളൂ. അപ്പൊ അങ്ങനെ FMഉം SMഉം എന്നാലും ഞാൻ കണ്ട ക്വസ്റ്റ്യൻസ് ആവാന്നത്. SMO എഴുതി പോയി, പാസ്. പിന്നെ എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നത് നന്നായിട്ട് എഴുതാൻ പറ്റിയേനെ സെക്കൻഡ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ടാക്സ് കഴിഞ്ഞപ്പോൾ ഉള്ള വിഷമം കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ എക്സാം ഹോളിൽ ഇത്തിരി കൂടെ പെർഫോം ചെയ്യായിരുന്നു. അപ്പം എനിക്ക് May 25 ആർവേഡ് ഫസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെ ആയിക്കോട്ടെ, സെക്കൻഡ് ഗ്രൂപ്പ് നന്നായിട്ട് തന്നെ പോയി എഴുതണം. ആ 3 hours ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പേപ്പറെ കുറിച്ച് അവിടെ ആലോചിച്ചുകൊണ്ടിരുന്ന രക്ഷയില്ല. ഞാൻ അങ്ങനെ ചെയ്തു പോയി. എന്നാലും ഫസ്റ്റ് ഗ്രൂപ്പ് അത്രയും നന്നായിട്ട് എഴുതിയത് കൊണ്ടാണ് സെക്കൻഡ് ഗ്രൂപ്പില് ഒരു ബെനിഫിറ്റ് കിട്ടിയത്. അത് ഞാൻ 2 ഗ്രൂപ്പും കൂടെ എഴുതിയെന്നുള്ളത് ഇപ്പൊ ആലോചിക്കുമ്പോ കൊള്ളായിരുന്നില്ല. ഞാൻ വീണ്ടും എഴുതേണ്ടി വന്നേനെ. ഇടയ്ക്ക് വെച്ച് ഒരു ഗ്രൂപ്പ് ഒന്ന് ഒതുങ്ങിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ബോത്ത് ഒന്ന് പോയതാ. എന്ത് പറഞ്ഞു പാരന്റ്സ്? എന്ത് പറഞ്ഞു റിസൾട്ട് വന്നപ്പോ? ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഉറപ്പായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് ജയിക്കും, സെക്കൻഡ് ഗ്രൂപ്പ് പോകും ഉറപ്പായിരുന്നു. പക്ഷെ അപ്പൊ പേരൻസിന് എന്തായാലും വിശ്വാസം 2ഉം കിട്ടും. കാരണം ഇവിടെ കിടന്ന് പഠിക്കുന്ന അവര് കാണുന്നുണ്ടല്ലോ. പക്ഷെ നമുക്കെല്ലാം അറിയത്തുള്ളൂ ഇത്രയും പോരായിരുന്നു എന്നത്. അപ്പൊ ഭയങ്കര ഹാപ്പി. 2പേരും ഹാപ്പി, എല്ലാരും ഹാപ്പി. ഫസ്റ്റ് CA ഫാമിലിയില് ആവാൻ പോകുന്നതില് എല്ലാരും വെയിറ്റിംഗ്. ITR ഫയൽ ചെയ്യാൻ ക്യൂ. ഇനി എങ്ങനെയൊക്കെയാ പ്ലാൻസ്? ആർട്ടിക്കിൾഷിപ്പ് ഞാൻ ആലപ്പുഴയിലാണ്. അപ്പം ആലപ്പുഴയിലടുത്തൊരു മിഡ് സൈസ് ഫാമിൽ കയറണം എന്നാണ് ആഗ്രഹം. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും എംപ്ലോയ്മെന്റിനാ പോകുന്നത്. എന്നാലും എല്ലാ ഏരിയയിലും എക്സ്പോഷർ കിട്ടുന്ന രീതിയിൽ ഇനി പ്രാക്ടീസിലേക്ക് വന്നാലോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇനി എല്ലാ എക്സ്പോഷറും കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഒരു മിഡ് സൈസ് ഫാമില്. നല്ലൊരു ഫേമിൽ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊരു ഫ്യൂച്ചർ വിഷ്വലൈസേഷൻ ക്ലിയർ ആവും. ഞാൻ എന്താ ചെയ്യേണ്ടത്, എംപ്ലോയ്മെന്റ് ആണോ പ്രാക്ടീസ് ആണോ എനിക്ക് വേണ്ടത്, അപ്പോഴേക്കും ഒരു കറക്റ്റ് പിക്ചർ കിട്ടും. Okay, Devi. Okay, bye. It was wonderful to have you here. Thank you. Sir. I wish you all the best. Definitely നമുക്ക് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. Okay, sir. Okay then. Bye. Bye.